بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതരികയും ചെയ്യുന്നതാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. പറയുക, നിങ്ങൾ അല്ലാഹുവേയും റസൂലിനെയും അനുസരിക്കുവിൻ. ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അല്ലാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല, തീർച്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. تعصي الإله وأنت تزعم حبه هذا محال في القياس بديع. لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. في كل يوم يبتديك بنعمة منه وأنت لشكر ذاك مضيع. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹാദരനരായ വിശ്വാസിനികളെ, അല്ലാഹുവേ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അവൻ്റെ ഇഷ്ടങ്ങൾക്കു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ ബലി കഴിച്ച്
അവൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാത ആധാരമാക്കി ജീവിതം മരണം വരെയും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഏറെ ചർച്ചയ്ക്ക് വഴിമരുന്നിട്ട ഒരു വിഷയമാണ് പ്രവാചക സ്നേഹം എന്നത്. സ്നേഹം എന്ന മൂന്നക്ഷരം അത് പരിശുദ്ധമാകണം, അത് നിഷ്കളങ്കമാകണം. സ്നേഹത്തിൻ്റെ പരിപൂർണത അത് കൈവരുന്നത് തന്നെ സൃഷ്ടിച്ച നാഥനെ സ്നേഹിക്കുന്നതിലൂടെ. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തി, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവോട് അതിരറ്റ സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വജദ ഹലാവത്തൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ മാധുര്യം അത് അനുഭവിച്ചറിയണമെങ്കിൽ അയ്യകൂനല്ലാഹു വ റസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമ, അള്ളാഹുവും അവൻ്റെ ദൂതനും മറ്റുള്ളവരെക്കാൾ അവൻ ഏറ്റവും തീരണം. എങ്കിലേ ആ സ്നേഹത്തിന് പരിപൂർണത വരികയുള്ളൂ. അള്ളാഹുവെ എത്രയും അധികം സ്നേഹിക്കാം, ആ സ്നേഹത്തിന് പരിധിയില്ല. പരിധി വിട്ടാൽ അത് ആരാധനയാവും. അതാണ് യഥാർത്ഥത്തിൽ ഏകദൈവ ആരാധനയുടെ അകക്കാമ്പും പൊരുളും. അടുത്ത സ്റ്റെപ്പ് ഹുബ്ബുർ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വഉൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല സ്വന്തം മാതാപിതാക്കളേക്കാൾ സന്താനങ്ങളേക്കാൾ അവന് ഞാൻ ഏറ്റവും പ്രിയങ്കരമായി തീരുന്നതുവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. പ്രവാചകനെ സ്നേഹിക്കണമെന്ന് എല്ലാവരും പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരളിന്റെ കഷ്ണമാണെന്ന് എല്ലാവരും വാഴ്ത്തുന്നു. എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് പ്രവാചകൻ എന്ന് പറയുന്നു. മതമേലാളന്മാരും ഉസ്താദന്മാരും ഗുരുനാഥന്മാരും ഒക്കെ പറയുന്നത് പ്രവാചകനെ സ്നേഹിക്കണമെന്നാണ്. പക്ഷെ അവിടെ നിർത്തിക്കളഞ്ഞു, ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ട് കളഞ്ഞു. എങ്ങനെ സ്നേഹിക്കണമെന്നവർ പറഞ്ഞു തന്നില്ല. ഒരു ചോദ്യം ബാക്കിയാക്കി. എങ്ങനെ സ്നേഹിക്കണമെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് ഒരു ചോദ്യം ബാക്കിയാക്കി നിർത്തിക്കൊണ്ടവർ പറഞ്ഞ വാക്ക്. എങ്ങനെ സ്നേഹിക്കണമെന്ന് പ്രമാണബദ്ധമായി പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ, പഠിപ്പിച്ചിരുന്നെങ്കിൽ സ്നേഹത്തിൻ്റെ പരിധി പൊതുജനത്തിന് ബോധ്യമാകും. അതൊരിക്കലും ആരാധനയിലേക്ക് വഴി മാറുകയില്ലായിരുന്നു. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നു. അവരും പറയുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നാണ്. പക്ഷേ ആ സ്നേഹം പരിധി വിട്ടപ്പോൾ, അത് മൂത്തപ്പോൾ ആരാധനയിലേക്ക് വഴിമാറി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴി അന്വർത്ഥമാക്കുന്ന ഒരു കാര്യം. ലാ തുതുറൂനി കമാ തുറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. എന്നെ നിങ്ങൾ അമിതമായി പുകഴ്ത്തരുതേ. മറിയമിന്റെ പുത്രൻ ഈസയെ നിങ്ങൾ അമിതമായി പുകഴ്ത്തിയതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൊഴിമുത്ത് സ്വീകരിക്കാൻ സമൂഹം തയ്യാറായില്ല. നോക്കണേ നിങ്ങൾ, നബിയുടെ ജീവിതം പകർത്താൻ തയ്യാറാവാത്ത, അവിടുത്തെ മൊഴിമുത്തുകളിൽ യാതൊരു താല്പര്യവുമില്ലാത്ത, ഗൗരവമായി ഉണർത്തിയ താക്കീതുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു വിഭാഗം മനസ്സിലാക്കിയിരിക്കുന്നത് പ്രവാചക സ്നേഹം എന്നത്, അതിൻ്റെ മൂർത്തിഭാവം, അതിൻ്റെ ഏറ്റവും മാക്സിമം സ്റ്റേജ് എന്നത് ജന്മദിനം ആഘോഷിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവുണ്ട്, ഹദീസുകളിൽ അതിന് തെളിവുണ്ട് എന്ന് ഉസ്താദന്മാർ പേജിലും സ്റ്റേജിലുമൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ പറഞ്ഞെന്നറിയോ? അതിനൊരു ഉദാഹരണം മാത്രം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. നമസ്കരിക്കാത്തവനാണെങ്കിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ഓതിയവൻ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് തീർച്ച. സുലൈമാൻ സഖാഫി മാളിയേക്കൽ തൻ്റെ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. ഇങ്ങനെ നമസ്കരിക്കാത്തവനായാൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ഓതിയവൻ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് തീർച്ച. ശരി, നമുക്ക് പ്രമാണങ്ങളിൽ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. പരിശോധിക്കാം നമുക്ക്. ഒന്നാമതായി, പ്രമാണങ്ങൾ അതിന് തെളിവുണ്ടോ? നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പേരുകൾ
പേരിൽ അറിയപ്പെടുന്ന പല അധ്യായങ്ങളുണ്ട്. ഏതൊക്കെ അധ്യായങ്ങളെന്ന് പറയാൻ കഴിയും നമുക്ക്? ഏതൊക്കെ അധ്യായങ്ങളുണ്ട്? ഹൂദ് അല്ലേ, ഉടനെ എണ്ണി നോക്കാം നമുക്ക്. യൂനുസ്, പിന്നെയോ യൂസുഫ്, പിന്നെ ഇബ്രാഹിം, മുഹമ്മദ്, നൂഹ്, പിന്നെയുണ്ടോ? കഴിഞ്ഞു. ശരി, പ്രവാചകനാന്നൊരു അഭിപ്രായം എൻ്റെതുണ്ട്. എങ്കിലും ഇത്രയും പ്രവാചകന്മാരുടെ പേരിൽ പല അധ്യായങ്ങളും അറിയപ്പെടുന്നുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ സൂറത്തുകൾ ഉൾപ്പെടെയുള്ള ഖുർആനിന്റെ മറ്റു ആയത്തുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ജന്മദിന ആഘോഷത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതയോ പറ്റി ഒരു പരാമർശം പോലുമില്ല. പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ ഖുർആൻ ഹ്രസ്വമായി ദീർഘമായി ഒക്കെ വിവരിക്കുന്നുണ്ട് പലയിടങ്ങളിലും. പക്ഷേ ജന്മദിനത്തിന്റെ പ്രത്യേകത എവിടെയും പറഞ്ഞു കാണുന്നില്ല. മരണത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതയെക്കുറിച്ചും പറഞ്ഞു കാണുന്നില്ല. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ മാസങ്ങളുടെ എണ്ണത്തെപ്പറ്റി അള്ളാഹു പറയുന്നിടത്ത് ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിനം മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. 12 മാസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. 12 മാസം ഏതെന്നൊക്കെ പറയുന്നില്ല. അതിൽ 4 ഹുറും, ഖുർആനിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ അല്ലെങ്കിൽ യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങൾ എന്ന് പറഞ്ഞു. സ്വഹാബികൾ അത് വിശദീകരിച്ചു. പ്രവാചകൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, സലാസുൻ മുതവാലിയാത്തുൻ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളാണ്. ഏതൊക്കെ? ദുൽഹജ്ജ്, ദുൽഖഅദ, റജബ്, മുഹറം. തുടർച്ചയായ 3 മാസങ്ങൾ അല്ലാതെയും പറഞ്ഞു. ശരി, ഏറ്റവും ചുരുങ്ങിയത് മറ്റു മാസങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത റബീഉൽ അവ്വലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതിലെങ്കിലും എണ്ണണ്ടേ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഖുർആനിൽ എവിടെയും ഈ ഒരു ആചാരത്തെപ്പറ്റി പറയുന്നില്ല എന്ന് വ്യക്തമാകും. ആലോചിച്ച് നോക്ക്, വളരെ കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. ഇനി അടിസ്ഥാനപരമായ സുന്നത്തിൽ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു പരിശോധിക്കാം. ഫളാഇൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ പല മാസങ്ങളുടെയും പവിത്രതയെപ്പറ്റി വിവരിക്കുന്ന അഥവാ മാസങ്ങളുടെ പേര് തന്നെ ചില അധ്യായങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ബാബ് ഫളാഇൽ ഷഅബാൻ, ഷഅബാന്റെ മഹത്വങ്ങൾ, ഫളാഇൽ റമളാൻ, റമളാന്റെ മഹത്വങ്ങൾ, അതേപോലെ തന്നെ ഫളാഇൽ മുഹറം, മുഹറമിന്റെ മാസങ്ങൾ എന്നൊക്കെ കാണാം നമുക്ക്. പക്ഷേ അവിടെ ഒരു അധ്യായത്തിൽ ബാബു ഫളാഇൽ റബീഉൽ അവ്വൽ, എന്താണത് കാണാത്തത്? റബീഉൽ അവ്വലിന്റെ പവിത്രത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം നടന്ന മാസമാണെന്ന നിലയ്ക്കെങ്കിലും ഈ എണ്ണിയ മാസങ്ങളുടെ കൂട്ടത്തിൽ റബീഉൽ അവ്വലിനെ എണ്ണണ്ടേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജനനത്തെ സംബന്ധിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നത് 9ഓളം അഭിപ്രായമുണ്ടെന്നാണ്. 9ഓളം അഭിപ്രായങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. 9 എന്ന് പറഞ്ഞവരുണ്ട്. ഒരു ഭാഗം പറഞ്ഞ 9 തന്നെ എന്നാണ്. മറ്റൊരു ഭാഗം പറഞ്ഞ അല്ല 11 അല്ല 13 ഇല്ല 24 ഒരു ആളുകൾ ഉറപ്പിച്ചു പറയുകയാണ്. മീലാദുൻ നബി അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ എന്തേ ഒരു ഡേറ്റ് ഫിക്സഡ് ആകാത്തത്? നമ്മൾ ചിന്തിക്കണ്ടേ, എന്തൊരു ഡേറ്റ് ഫിക്സ്? ഇത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു ദിവസം അത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല? അതിന്റെ അർത്ഥം അതിന് ലാ ഖുസൂസിയത ഫീഹാ, അതിലൊരു പ്രത്യേകതയുമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഏകീകരണമില്ലല്ലോ. ഉണ്ടോ? 9 ആഘോഷിക്കുന്ന ആളുകളുണ്ട്, 11 ആഘോഷിക്കുന്ന ആളുകളുണ്ട്, പല നിലക്കും. ഈ ഒരു മാസം ഫുള്ള് റബീഉൽ അവ്വൽ തന്നെയാണ്. സ്ഥലന്മാരോട് വെച്ചാൽ മതി, എന്താ ഇതിപ്പോൾ ഒരു ദിവസം അല്ല, ഈ ഒരു മാസം റബീഉൽ അവ്വൽ മുഴുവൻ നബിദിനം. അടുത്തൊരു മാസം വരാനുണ്ട് റബീഉൽ ആഖിർ, അതേതാ? ജീലാനി ദിനം. അപ്പോൾ ഈ 2 മാസങ്ങൾ ആഘോഷമാസമാക്കി മാറ്റുകയാണത്. അതാണ്. ഇനി നോക്ക് നിങ്ങൾ, മുസ്ലിം ലോകത്തിന് നിയമമാക്കപ്പെട്ട 2 ആർക്കും തർക്കമില്ലാത്ത 2 ആഘോഷങ്ങളാണല്ലോ ഈദുൽ ഫിത്റും അതേപോലെ ഈദുൽ അദ്ഹയും. ഇതിന്റെ സവിശേഷതകളും ആ ദിനത്തിൽ വിശ്വാസികൾ പാലിക്കേണ്ട മര്യാദകളെ പറ്റിയുമൊക്കെ ധാരാളം പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ അല്ലേ? വലിയ പെരുന്നാളിന്റെ സുന്നത്തുകൾ, ചെറിയ പെരുന്നാളിന്റെ സുന്നത്തുകൾ. ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ട് പോകണം, വലിയ പെരുന്നാളിന് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്.
അവിടെ മുസല്ലയിലേക്ക് പോകുമ്പോൾ അവിടെ തക്ബീർ ചൊല്ലണം, അത് ഖുതുബ കേൾക്കണം, ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. തിരിച്ചു വരുമ്പോൾ അത് വരുന്ന വഴിക്കല്ല തിരിച്ചു പോകേണ്ടത്, മറ്റൊരു വഴിക്കാണ് എന്നൊക്കെ പല സുന്നത്തുകളെ കുറിച്ചും പറയുന്നുണ്ട്. എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ നബിദിനവാദികളോട് ഇതിൻ്റെ ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ ഈ റബീഉൽ അവ്വലിന്റെ ശ്രേഷ്ഠതയെ പറ്റി പറയുന്നിടത്ത് ഇങ്ങനെ ഒരു സുന്നത്ത്, രാവിലെ കുട്ടികൾ എഴുന്നേക്കണം. പ്രത്യേകിച്ച് കുട്ടികളാണല്ലോ, അധികം ജാഥ പിന്നെ അവരാണ്. ഒന്നാലോചിച്ച് നോക്കണം, അല്ലാതെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്നാലോചിച്ച് നോക്ക്, ഇസ്ലാമിൽ കൊടിയുണ്ടല്ലോ, ശരി, ഇന്ന് നമ്മളിപ്പോൾ കൊടി തോരണം ആണല്ലോ ഇന്ന് ജാഥയുടെ മുഖ്യ സിമ്പലായി വരുന്നത്. കൊടി ഉണ്ടായിരുന്നില്ലേ അല്ലേ? വളർ കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ, അബിയലു വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ. ബദറിൽ സ്വഹാബികൾ പിടിച്ച കൊടിയുടെ എണ്ണവും അതിന്റെ നിറവും പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? അബിയലു വർണ്ണമത, അബിയെന്ന് പറഞ്ഞു വെളുത്തത്, വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ. രണ്ട് കറുത്ത കൊടിയും ഒരു വെള്ളക്കൊടിയും. കൊടി അന്നുണ്ടല്ലോ അല്ലേ? ഈ മഹത്വം പാലിച്ചിരുന്നെങ്കിൽ രാവിലെ എണീറ്റ് സ്വഹാബ കുട്ടികൾ ഒരുപാടൊന്നും പോണ്ട, 10 കിലോമീറ്റർ ഒന്നും പോണ്ട, ഒരു 100 മീറ്റർ ഒരു ജാഥ. അത് ആലോചിക്കേണ്ടത്, വളരെയേറെ കൃത്യമായി ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടതാണ്. വാശി പിടിച്ച് തർക്കത്തിൽ ഏർപ്പെട്ട് അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് മനസ്സിരുത്തി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ശരി, നബിദിനത്തിന് ഇനി ഉണ്ടെന്ന് പറയുന്ന തെളിവുകളുടെ സ്ഥിതിയോ? ഒന്നാമതായി പറയുന്നത് വ്യാപകമായി പ്രചരിപ്പിക്കണം അന്നും ഇന്നും സൂറത്ത് യൂനുസിലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്താണ്. പറയുക പ്രവാചക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യവും കൊണ്ടും ഫബിദാലിക ഫൽയഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സംഭരിച്ചു വെക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത്, ഉത്കൃഷ്ടമായത് അതാണ്. ഇതാണ് നബിദിനവാദികളുടെ ഒന്നാമത്തെ തെളിവായി ഇവർ എഴുന്നള്ളിക്കുന്നത്. എന്താണ് ഇവിടെ പിടിവള്ളി? അതാലോചിക്കണല്ലോ. ഇവിടെ പറഞ്ഞല്ലോ ബി ഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ടും സന്തോഷിച്ചോളൂ. അപ്പോൾ ഇവിടെ ഫദ്ലുർ റഹ്മത്തും എന്നതുകൊണ്ടുള്ള വിവക്ഷ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. ബഹറുൽ മുഹീത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഫദ്ലുർ റഹ്മത്ത് എന്ന് തഫ്സീർ പരതേണ്ടതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പുള്ള ആയത്തൊന്ന് പരിശോധിച്ച് നോക്കി. ഞാൻ പറഞ്ഞ ആയത്തോർമ്മയുടെ സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്ത് പോയി നോക്കണം. 57 എന്ന് പറഞ്ഞാൽ 57 എന്നും പറയണം. ചില ആൾക്ക് മനസ്സിലാവണം എങ്ങനെയാണ്. 57 എന്നും പറയണം, 57 എന്നും പറയണം. 8 അല്ല 5-7. ശരി, ആയത്തൊന്ന് പരിശോധിച്ച് നോക്കുക. തൊട്ട് മുമ്പുള്ള ആയത്ത് എന്താ ആയത്ത് പറയണത്? യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽമുഅ്മിനീൻ. വിശ്വാസികളെ, അല്ല ജനങ്ങളെ, നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നും സതുപദേശം, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനവും വന്നെത്തിയിരിക്കുന്നു. വഹുദൻ വറഹ്മതൻ ലിൽമുഅ്മിനീൻ, അത് സന്മാർഗമാണ്, കാരുണ്യമാണ് വിശ്വാസികൾക്ക്. അപ്പൊ ഈ ആയത്തും രണ്ടാമത് പറഞ്ഞ ആയത്തും നീ ഒന്ന് കൂട്ടി നോക്കി. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, പറയുക പ്രവാചക, ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും വബിറഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ടും ഫബിദാലിക ഫൽയഫ്റഹു അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. അപ്പൊ എന്തിനെ പറ്റി സന്തോഷിക്കണം എന്നാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഖുർആനെ പറ്റിയല്ലേ? അല്ലേ? ശരി, മുഫസ്സിറുകൾ എന്ത് പറയുന്നു നോക്കാം. തഫ്സീറുൽ ഖുർത്തുബിയിൽ അബൂ സഈദ് അൽ ഖുദരി അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഫദ്ലുല്ലാഹി എന്ന് പറഞ്ഞാൽ ഖുർആൻ, വറഹ്മത്തുഹു എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് തഫ്സീർ ത്വബരിയിൽ ഇബ്നു അബീ സഈദ് അൽ ഖുദരി തന്നെ ഖാല ബിഫദ്ലില്ലാഹി അൽ ഖുർആൻ വൽ ഇസ്ലാം. എന്താണ് ഫദ്ല്, എന്താണ് റഹ്മത്ത്? ഇസ്ലാമും ഖുർആനുമാണ് അത്രേ. ശരി, ഇനി മുസ്ലിയാക്കന്മാര് പള്ളി ദർസിൽ ഓതുന്ന തഫ്സീർ ജലാലയിൽ എന്താ പറയുന്നത്? ഖുൽ ബിഫദ്ലില്ലാഹി എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം വബിറഹ്മതിഹി അൽ ഖുർആൻ. കൃത്യമായ വിശദീകരണമാണ്.
സഹാബികളും താബികളും പറഞ്ഞതിനെതിനാണ് റൂഹുൽ ബയാൻകാരൻ പറഞ്ഞത്. ശരി, ഇനിയിപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് വെക്കുക. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം നമുക്ക് സന്തോഷം തന്നെയാണ്, അവിടുത്തെ വിയോഗം നമുക്ക് ദുഃഖം തന്നെയാണ്. പക്ഷേ എവിടെ അതിൽ റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ചൊരു സന്തോഷം പറഞ്ഞത്? ഞാണെങ്കിൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞില്ല. എവിടെ റബീഉൽ അവ്വലുമായിട്ട് ബന്ധം? അതിന് ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോക്ക്, പ്രവാചകത്വ ലബ്ധിക്കു ശേഷം സ്വന്തം പേരിൽ മൃഗത്തെ അറുത്ത് വിതരണം ചെയ്തു. അതാണ് രണ്ടാമത്തെ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ലബ്ധിക്കു ശേഷം സ്വന്തം പേരിൽ മൃഗത്തെ അറുത്ത് വിതരണം ചെയ്തു. ഇത് ഇറക്കുന്ന നോട്ടീസ് ഞാൻ വായിച്ചതാട്ടോ. ശരി, സുനനുൽ കുബ്രയിലും ഹാവിലിൽ ഫതാവയിലും ഇവരിത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ ആ വരിയൊന്ന് വായിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ലബ്ധിക്കു ശേഷം സ്വന്തം പേരിൽ മൃഗത്തെ അറുത്തു. ഹദീസ് കേട്ടോളി. സുനനുൽ കുബ്രയിൽ ബഹീഖ് ഉദ്ധരിച്ച ഹദീസാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി ബഅദ നബുവതി. പ്രവാചകത്തിന് ശേഷം പ്രവാചകത്വത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, അഖീഖയാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, തെളിവിന്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. സാധാരണ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുക. എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. മൃഗത്തെ അറുത്ത് വിതരണം ചെയ്തു. എന്ത്? അക്കയ്ക്ക് അർത്ഥം കൊടുത്തതാണ്. നോക്കണം നിങ്ങൾ. സത്യം പറഞ്ഞാൽ ഇത് മുസ്ലിയാക്കന്മാരെ അറിയുന്നത് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ജനങ്ങൾ ധരിക്കും എന്താ അഖീഖ എന്ന് പോലും അറിയില്ല. അഖീഖ എന്ന് പോലും അറിയണില്ല. അത് നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അഖീഖ? എന്താ അഖീഖ? ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തു തീർക്കേണ്ട ഒരു പുണ്യകർമ്മമാണ്, സുന്നത്തായ നിർബന്ധമല്ലാത്ത. അതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ്? അത് 7-ാം ദിവസമാണ്. അന്നാണ് കുഞ്ഞിന് പേര് വെക്കുക, അതിൻ്റെ മുടി കളയുക എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ രസകരമായ കാര്യം അതാണ്. അഥവാ എന്നാണ് അർത്ഥമെന്ന് ഹദീസിലുണ്ടോ? അഖീഖ അർത്ഥമെന്നല്ലേ ഉള്ളൂ, അല്ലേ? ഇല്ല. റബീഉൽ അവ്വൽ എന്തുണ്ടോ അതിൽ? ഇല്ല. പിന്നെയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ആണ്ടിലൊരിക്കൽ ബർത്ത്ഡേ ആഘോഷമാകും? എല്ലാവർക്കും അറിയാലോ അഖീഖ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടതാണെന്ന്. ഇതാണല്ലോ തെളിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന് ശേഷം മൃഗത്തെ അറുത്തു കൊടുത്തു. വല്ലാത്ത ആലോചിക്കണേ. അത് മാത്രമല്ല, ഈ മൗലിദിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ ആള് തന്നെ, അതാണ് ചിന്തിക്കേണ്ടത്. മൗലിദിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ സുയൂത്തി ഉണ്ടല്ലോ, അദ്ദേഹം ഹദീസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടോ, നല്ല രസകരമാണ്. അദ്ദേഹം പറയണു, ഈ ഹദീസ് എനിക്ക് മറ്റൊരു റിപ്പോർട്ടിലൂടെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ചരിത്രം കേട്ടതാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലേ, പ്രവാചകനെ പ്രസവിച്ചതിന്റെ 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് മക്കയിൽ കഅബയിൽ കൊണ്ടുപോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഖീഖ അറുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കിയതാ. സുയൂത്തി അതും കൂടി പറയാണ് കേട്ടോ നിങ്ങൾ. സുയൂത്തി അതും കൂടി പറയാണ്, വൽ അഖീഖത്തു ലാ തുആദു മറത്തൻ സാനിയ. അഖീഖ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആവർത്തിക്കപ്പെടില്ലല്ലോ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ ചെയ്യൂ. എന്നിട്ട് ഉപരി പറഞ്ഞു, ഫയഹ്മിലു ദാലിക അന്നല്ലദീ ഫഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽഹാറുൽ ലിശുക്രി അലാ ഈജാദില്ലാഹി യാ റഹ്മത്തുൽ ആലമീൻ. മുസ്ലിയാക്കന്മാരുടെ പരിപാടി. എന്താ മുസ്ലിയാക്കന്മാരുടെ പരിപാടി? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് നമ്മളുടെ മേൽ ബാധ്യതയായിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷവും ഇങ്ങനെ അറുത്ത് കൊടുക്കൽ പ്രവാചകന്റെ പേരിൽ. അത് ഞാൻ പറഞ്ഞു, മൂപ്പർക്ക് അതറിയാം. ഏത് ദാഖീഖയാണെന്ന് ആർക്കറിയാം? മൗലിദ് ഉണ്ടെന്ന് സ്ഥാപിച്ച സുയൂത്തിക്കറിയാമത്. മൂപ്പരത് പറയുകയും ചെയ്യുന്നുണ്ട്. ചരിത്രത്തിൽ നമ്മൾ കേട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ തന്നെ ചെയ്തിരുന്നു എന്നാണ്. വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ശരി, എന്നാൽ വിടാം, സംഭവം അങ്ങനെ കിടക്കട്ടെ. എന്തായാലും നമുക്ക് തെളിവാക്കാൻ പറ്റുമോ? അന്ന് വേണം, അതാണ് നോക്കേണ്ടത്. ശരി, ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ അബ്ദുല്ലാഹിബ്നു മുഹറർ എന്ന് പറയുന്ന മത്രൂഖുൽ ഹദീസാണ്. പരിശോധിച്ചു നോക്കാം നമുക്കവിടെ. മത്രൂഖ് ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് ലോകത്ത് തള്ളപ്പെട്ടാണെന്നാണ്. അയാൾ ഹദീസ് എടുക്കാൻ കഴിയില്ല എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും ഇദ്ദേഹം ഹദീസുകൾ ഉണ്ടാക്കി പറയുന്ന ആളാണ് എന്ന് ദഹബി അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഇമാമുമാരും ഉദ്ധരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം ആ കാര്യം. ഇതാണ് തെളിവിന്റെ അവസ്ഥ. ശരി, മൂന്നാമത്തത് തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ കാരണമായി പറഞ്ഞത് എന്നെ പ്രസവിക്കപ്പെട്ട ദിനം എന്നാണ്. എന്നെ പ്രസവിക്കപ്പെട്ട വാക്കുകൾ ഓർത്തു വെക്കണേ, ഞാൻ പറയണത് കേട്ടോ.
എല്ലാ തിങ്കളാഴ്ചയും നോമ്പനുഷ്ഠിക്കുന്നതിന്റെ കാരണമായി പറഞ്ഞത് എന്നെ പ്രസവിപ്പിക്കപ്പെട്ട ദിനം എന്നാണ്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസിൽ ഇങ്ങനെ കാണാം, ഹീന സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാക യൗമ ഉലിത്തു ഫീഹി, അതിലാണ് ഞാൻ ജനിച്ചത്. വയൗമ ബുഇസ്തു, അതേ ദിവസമാണ് ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. വ ഉൻസില അലയ്യ ഫീഹിൽ ഖുർആൻ, ആ ദിവസത്തിലാണ് എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ കാരണം ഒന്നു മാത്രമല്ല, വേറെയും പ്രത്യേകതയുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ശരി, 3 കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, അതിനാൽ എല്ലാ വർഷവും നിങ്ങൾ തിങ്കളാഴ്ച ബർത്ത്ഡേ ആഘോഷിക്കൂ എന്ന് പറഞ്ഞോ? ഇത് ചിന്തിക്കുന്നില്ലല്ലോ ആളുകൾ. നബിയോടെ നിർത്തണ്ട, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ഇങ്ങനെ വർഷത്തെ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ആഘോഷിച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? അല്ലേ? മാത്രമല്ല ഹദീസിൽ എന്താ പറഞ്ഞ് അന്ന് ജനിച്ചതിൻ്റെ നോമ്പ് എന്ന്. ഇവർക്കെന്ത് നോമ്പ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് നോമ്പാണ്? നബി ഞങ്ങളുടെ കരളിന്റെ കഷ്ണമാണ്, തീറ്റയല്ലേ, 2 മാസം 1 മാസം ഫുള്ള് തീറ്റ. പിന്നെ ഈ ആളുകൾക്ക് എങ്ങനെ ഇതെന്തൊരു നബി സ്നേഹമാണ്? ആലോചിച്ച് നോക്കി നിങ്ങൾ. അന്ന് നോമ്പെടുക്കണമെന്ന് പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് ആഘോഷിക്കാൻ നോമ്പെടുത്തുകൊണ്ട് ഒരു ആഘോഷം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആലോചിച്ച് നോക്കി. ഇനി 4ാമത്തെ കാര്യം എന്താ? ഒരു കൂൾ ഡ്രിങ്ക് സ്വപ്നമാണ്. കൂൾ ഡ്രിങ്ക്സ് കേട്ടിട്ടുണ്ടാവുക. അതാണിപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. എന്താ സംഭവം? ചുരുക്കി ഞാൻ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ലഹബ്, അദ്ദേഹത്തിൻ്റെ മരണശേഷം മരിച്ചുപോയി. ചുരുക്കി പറയാ കാര്യം. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ ഒരാൾ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ആ സ്വപ്നത്തിൽ ഇദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മഹാലുഖ്, അബൂ ലഹബേ എന്താ താങ്കളുടെ അവസ്ഥ? ഫഖാല ഫിന്നാർ, അയാൾ പറഞ്ഞു നരകത്തില. ഇല്ല അന്നഹു യുഖഫഫു അന്നി കുല്ല ലൈലത്തൻ ഇസ്നൈൻ, എല്ലാ തിങ്കളാഴ്ച രാത്രിയും എനിക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നുണ്ട്. വ അമുസ്സു മിൻ ബൈനി അസ്ബഇ മാഅൻ ബിഖദരിൻ വഅശാറ റഅസ ഇസ്ബഅഹു, തന്റെ വിരൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ വിരലിലൂടെ എനിക്ക് ഇങ്ങനെ വെള്ളം കിട്ടുന്നുണ്ട്. ഞാൻ കൂൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞത്, വെള്ളം ഇങ്ങനെ കിട്ടുന്നുണ്ട്. വ ഇന്ന ദാലിക, കാരണം എന്നറിയണോ? ബിഇതാഖിലി സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന എൻ്റെ അടിമ പെണ്ണുണ്ട്, അവളെ മോചിപ്പിച്ച കാരണത്താലാണ്. ഈ സുവൈബത്തുൽ അസ്ലമി എന്താ പ്രത്യേകത എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുല കൊടുത്ത സ്ത്രീയാ. എന്തമാ ബശറത്തിനി ബി വിലാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബി ഇർളാഇഹാ ലഹു, പ്രവാചകൻ ജനിച്ചു എന്ന വാർത്ത, സന്തോഷ വാർത്ത എന്നെ ആദ്യം അറിയിക്കുന്നത് ഈ അടിമ പെണ്ണ. ആ സന്തോഷത്തിൽ ഞാൻ അവളെ മോചിപ്പിച്ചു എന്നാണ്. നോക്കണേ, ഇത് എന്തുമായി ബന്ധപ്പെട്ട് പറയണമെന്നറിയോ? ഇമാം ബുഖാരി ഒരു ഹദീസുമായി ബന്ധപ്പെട്ട്, അഥവാ അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ, നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇൻകഹ ഉഖ്തി ബിന്ത് അബീ സുഫിയാൻ, എൻ്റെ അനുജത്തിയുണ്ട്, അവളെ വിവാഹം കഴിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദാലിക ലയഹ്ലുലി, എനിക്കത് അനുവദനീയമല്ല അവളെ വിവാഹം കഴിക്കാൻ. കാരണം എന്താ പറയുന്നുണ്ട്? ഉമ്മു സലമ, ആ ബിന്ദു ഉമ്മു സലമയുടെ മകൾ, അവൾക്കും എനിക്കും ഈ സുവൈബത്തുൽ അസ്ലമി എന്ന് പറയുന്ന സ്ത്രീ മുലത കൂടി ബന്ധത്തിൽ ഞങ്ങൾ സഹോദര ബന്ധങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് അനുവദനീയമാകില്ല. ഈ ഹദീസ് പറഞ്ഞെടുത്താണ് ഖാല ഉർവ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ സംഭവം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഏത്? ഇങ്ങനെ തിങ്കളാഴ്ച ദിവസം അദ്ദേഹത്തിന് വെള്ളം ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന്. ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉർവ ഉദ്ധരിക്കുന്നു. അപ്പൊ സ്വഹീഹുൽ ബുഖാരിയിൽ വന്നതല്ലേ? ശ്രദ്ധിക്കണം, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ വന്നതല്ല, അത് തഅലീഖാണ്. അത് തഅലീഖ് എന്ന് പറഞ്ഞാൽ അനുബന്ധമായി പറഞ്ഞെടുത്താണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റിപ്പോർട്ട് പല നിലക്കും തള്ളപ്പെടേണ്ടതാണ്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞ കാരണം, ഒന്ന് മുർസലാണ്. ഇമാം ബുഖാരി അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വലം യദ്കുർ മൻ ഹദസഹു ബി, ഇത് ആര് പറഞ്ഞെന്ന് എവിടെയും തെളിവില്ല. ഉർവ ഇങ്ങനെ പറഞ്ഞു, ആര് പറഞ്ഞു? ഇല്ല, തെളിവില്ല. ആണ് മുർസൽ എന്ന് പറഞ്ഞത്. രണ്ടാമതായി, അന്നല്ലദീ ഫിൽ ഖബരി റുഅ്യ മനാമുൻ ഫലാ ഹുജ്ജതൻ ഫീഹി, ഒരു സ്വപ്നക്കഥയാണല്ലോ, നേർക്ക് നേരെ തെളിയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സ്വപ്നം കാണണമല്ലോ. സ്വപ്നം കണ്ടാലേ കഥയാകൂ. അങ്ങനെയാണ്, സ്വപ്നങ്ങളുടെ പേരാണല്ലോ ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എല്ലാം അങ്ങനെയാണ്. സ്വപ്നങ്ങളുടെ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം. ഖുർആനും ഹദീസും ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും എടുക്കാൻ കഴിയാതെ പിന്നെ സ്വപ്നങ്ങളിൽ മാത്രം ദീനിനെ പടുത്തുയർത്തിയൊരു സമൂഹമാണ് ഇതിന്റെ പിന്നിൽ വർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ആലോചിച്ച് നോക്ക്. ഒന്നാമതായി ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത് നോക്ക്,
ഈ ഹദീസ് വിശദീകരിച്ച് ഷർഹുൽ മുഹദ്ദബിലും ഇത് സംഭവം പറയുന്നുണ്ട്. ഇത് വിവരിച്ച് പറയുന്നത് ഇത് ഖുർആനിന് പലപ്പോഴും നസ്സിന് എതിരാണ് എന്നാണ് പറയുന്നത്. നസ്സിന് എതിരാണെന്ന് പറഞ്ഞാൽ ശരി, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ഖുർആനെതിരാണ് ഈ സംഭവമെന്ന് പണ്ഡിതന്മാർ തെളിവായി ഉദ്ധരിച്ചതാണ്. അവിശ്വാസികൾ അവരുടെ കർമ്മങ്ങൾ നാം എന്ത് ചെയ്യും? അവർ പ്രവർത്തിച്ച നല്ല കർമ്മങ്ങൾ ഉണ്ടാവും, നാം അതിനെ എന്ത് ചെയ്യും? വിതറപ്പെട്ട ധൂളികളാക്കി കളയും. സൂറത്ത് ഫുർഖാനിലൊരായത്ത്, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. സത്യനിഷേധികളുടെ അവസ്ഥ നരകത്തിൽ ഒരിക്കലും അവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അത് ശ്രദ്ധിക്കണ്ടേ? അബൂലഹബിന് കൂൾ ഡ്രിങ്ക്സ് കിട്ടി. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ച ഇതിൻ്റെ പേരിൽ സ്വന്തം അടിമ സ്ത്രീയെ മോചിപ്പിച്ചപ്പോൾ അതിനു പകരമായി കിട്ടിയ ഒരു സമ്മാനമാണ്, ഗിഫ്റ്റ് എന്നാണ്. ആരെക്കുറിച്ച് പറയണത്? അബൂലഹബ്. അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ എന്ന് ഖുർആൻ വ്യക്തമായി പറയുക. അതിനെതിരിൽ അഭിപ്രായവും പറയുക. ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇയാളെ കണ്ട സ്വപ്നമാണോ? ആണോ? അയാളും കണ്ടതല്ലല്ലോ, അയാളെ മറ്റൊരാൾ കണ്ടതാണല്ലോ. ആലോചിച്ച് നോക്ക്, ഈ തെളിവിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് നമ്മൾ. അത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം റബീഉൽ അവ്വൽ 12-നാണ്. ഇതനുസരിച്ചാണ് മക്കയിലെ മുസ്ലിങ്ങൾ മുൻകാലത്തും ഇക്കാലത്തും പ്രവർത്തിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം ഈ സന്ദർഭത്തിൽ അവർ സന്ദർശിക്കാറുണ്ട്. അൽ മവാഹിബുൽ ലദുന്നിയ, ഇമാം ഖസ്തല്ലാനി ഷാരിഹ് ബുഖാരിയുടെ ഒരു വിശദീകരണ കുറിപ്പ് എഴുതിയ ആളാണെന്നാണ് പറയപ്പെടുന്നത്. ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സന്ദർശിച്ചാലും മൗലിദ് നടത്തിയാലും തെളിവ് എവിടെ? തെളിവ് എവിടെ? മക്കയിലെ മുസ്ലിങ്ങളെന്ന് ഉദ്ദേശിച്ചത് ആരാ? അദ്ദേഹത്തിൻ്റെ എഴുതുന്ന കാലത്ത് ഈ ഖസ്തല്ലാനി എഴുതുന്ന സ്വഹാബി എന്നല്ലോ. ആണോ? ഖസ്തല്ലാനി സ്വഹാബിയാണോ? അല്ല, താബി പോലുമല്ല. അദ്ദേഹം പറയണത് ഇത് എഴുതുന്ന കാലത്ത് മക്കയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അയാളുടെ കാലത്തുള്ള മുസ്ലിങ്ങൾ, സ്വഹാബികൾ തെളിവില്ല. ആലോചിച്ചു നോക്ക്. ഇതാണ് അവസ്ഥ, തെളിവിന്റെ മറ്റൊരവസ്ഥ. ഇനിയോ ആറാമത്തത്, ഹസനുൽ ബസരി പറയുന്നു, ആ വാക്ക് കേട്ടോ നിങ്ങൾ, എനിക്ക് ഉഹദ് പർവ്വതത്തിന് സമാനമായ സ്വർണമുണ്ടെങ്കിൽ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനായി ചിലവഴിക്കുമായിരുന്നു. എന്താ പറഞ്ഞേ? ഉഹദ് സമാനം, ഉഹദ് അറിയില്ലേ, മല പർവ്വതം, അതിനത്ര സ്വർണ്ണം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് വേണ്ടി ഞാൻ ചിലവഴിക്കുമായിരുന്നു എന്നാണ്. നോക്കണേ നിങ്ങൾ ഈ തെളിവിൻ്റെ അവസ്ഥ. ഇത് മഹാനായ ഹസൻ ബസരി റഹ്മഹുള്ളാഹുടെ പേരിൽ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ എവിടെ പറയുന്നു എന്നാണ് പറഞ്ഞെന്നറിയാമോ? എവിടെയാ പറയണമെന്നറിയാമോ? ഇആനത്തു ത്വാലിബീനിൽ പറയുന്നുണ്ട്. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ ഇആനത്തു ത്വാലിബീനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാ, താബിയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന വാക്കാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ സീതി ഹാജിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആളൊരു രസികനാണ്, നർമ്മം പറയുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ മൂപ്പന്റെ പേരിൽ എന്തൊക്കെ കഥകളുണ്ട് അറിയോ? എന്തൊക്കെ തമാശ കഥകളുണ്ട്. അതേപോലെ തന്നെ നസറുദ്ദീൻ ഹോജ മുല്ല എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിട്ടുണ്ട് ഇറാഖിൽ. മൂപ്പര് പേരിൽ എന്തൊക്കെ കഥകളാ, തമാശ കഥകൾ ഇറങ്ങുന്നത് മൂപ്പര് പറഞ്ഞിട്ടാ അല്ലത്. അതേപോലെയാണ് ഹസൻ ബസരിയുടെ പേരിൽ മാത്രമല്ല. ഇനി കേട്ടോ നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഒരു പേജ് ഫുള്ളതിലുണ്ടാവും അതുമായി ബന്ധപ്പെട്ടതാ. ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണ കേട്ടോ നിങ്ങൾ, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. ആറ് പേരിലാ പറയണത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. ആരുടെ പേരിലത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിൽ. വഖാല ഉമർ റളിയല്ലാഹു അൻഹു, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹയ്യൽ ഇസ്ലാം. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ വന്ദിച്ചാൽ, ആദരിച്ചാൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചു. തീർന്നില്ല. ഖലീഫമാരെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറ്റി പറയണല്ലോ, വിട്ടിടാൻ പാടില്ലല്ലോ. ശരി, വീണ്ടും വഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമാ ഷഹിദ ഗസ്വത്ത് ബദർ വ ഹുനൈൻ. എന്താ പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിന് തുല്യമാണ്. ഹുനൈൻ യുദ്ധത്തിലും. ഈ രണ്ട് യുദ്ധത്തിലും മൂപ്പർ പങ്കെടുത്തിട്ടില്ല. ആര്? ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നോക്കണേ, മൂപ്പരുടെ പേരിൽ വെച്ചൊരു ചാർജ്.
ഇനി കേട്ടോളി, അങ്ങനെ ഒരുപാട് പേരിൽ കൂട്ടത്തിലാണ് ആര്? ഹസൻ ബസരി. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് എണ്ണാനുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ സൂഫിയാക്കൾ എഴുതിയുണ്ടാക്കിയാണ്. നോക്കണേ, ഇപ്പൊ ഇആനത്ത് താലിബിയിലാണ് ഇത് എടുത്തുയർത്തുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ കാല ഹസനുൽ ബസരി മർജിയുണ്ടോ? ഇല്ല. എവിടെ നിന്നാണ് എഴുതുന്നുണ്ടോ? ഇല്ല. അത് വേറൊരു കിതാബിലുണ്ടാവും, ഇന്ന സൂഫി പറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ എന്താ, അതും ഇത് തന്നെ, ഒരാളുകളെ പേരുദ്ധരിക്കുക, എവിടെയാണെന്നൊരു അഡ്രസ് ഇല്ല. ഇതാണ് തെളിവിന്റെ അവസ്ഥ. ഇതാണ് ഈ തെളിവിന്റെ അവസ്ഥകളെ കൊണ്ട് നടക്കുന്നത്. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം സ്നേഹം എന്ന പേരിൽ അത് സ്ഥാപിക്കാൻ വേണ്ടി പിന്നെ വേറെന്താ ന്യായങ്ങളെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇപ്പോൾ റസൂലുള്ളാഹി നമ്മൾ സ്നേഹിക്കുന്നു, നമ്മളൊരാളെ സ്നേഹിക്കുന്നു, അയാൾക്ക് വേണ്ടി നമ്മളൊരു സ്വീകരണം ഏർപ്പെടുത്തുമ്പോൾ അയാളെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, വരണോ എന്ന് പറയുന്നു. പിന്നെയോ സസ്പെൻസ് ആക്കിയല്ലേ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയില്ല. എങ്ങനെ നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു പറയില്ല. പിന്നെ നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യണം. അങ്ങനെ നബി പറയോ? അവൻ നബി എന്തായിത്തീരി റിയാ ഉള്ള ആളാവില്ലേന്ന്. എന്തൊരു കഷ്ടമാണ് ആലോചിച്ച് നോക്ക്. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ, അല്ലേ, എന്റെ പേരിലുള്ള ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഫലഹു അശ്റു അസറ, 10 പ്രതിഫലമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ലേ ഇത്? ആ പ്രവാചകൻ തന്നെ പൊക്കിയതാ ആണോ? SP ആയതാ? സ്വയം പൊക്കി ആയതാണോ? ഇത് ചിന്തിക്കുന്നില്ലേ? എന്റെ പേരിൽ മൗലിദ് ആഘോഷിക്കൂ എന്ന് പറയുന്നത് തന്നെ പൊക്കലായി പോയില്ലേ? SP ആവലല്ലേ? ഇത് SP ആയതല്ലേ ഇപ്പൊ പറഞ്ഞത്? അല്ലേ? എനിക്ക് വേണ്ടി ശഫാഅത്തിനെ ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഈ വസീലത്തിനെയും അതിന്റെ ഫദീലത്തിനെയും ചോദിച്ചാൽ അവന് സ്വർഗം നിർബന്ധമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ തന്നെ പൊക്കിയതല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തൊക്കെയാണ് ഈ ദുരാചാരത്തിന്റെ മറവിൽ ആളുകൾ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനും തെളിവുകൾ ഇല്ല. എവിടെയും തെളിവുകളില്ല. സ്വഹാബികളുടെ പേരിലില്ല. പലരുടെയും പേരിൽ ഇവർ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും പലതിലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരി, ഇനി അവർ ചോദിക്കണം, എന്താ നബിയുടെ മദ്ഹ് പറച്ചിൽ തെറ്റാണോ? ഞങ്ങൾ മദ്ഹ് അല്ലേ പറയണെന്നാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തുത്റൂനി കമാ തറത്തിൻ നസാറ. നിങ്ങൾ മദ്ഹ് പറയുക എന്ന് പറഞ്ഞാൽ ഈസബിനും മറിയമ്മിനെ അവർ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തിയെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഖൂലു അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ ദാസനാന്ന് പറഞ്ഞോ, അവന്റെ ദൂതനാണെന്ന് നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ ബുർദക്കാരൻ പറയുന്നത് അതല്ല. ബുർദക്കാരൻ പറയുന്നത് കേട്ടോളി, ക്രിസ്ത്യാനികൾ അവരുടെ നബിയെ പറ്റി പറഞ്ഞത് നീ ഉപേക്ഷിക്കും. നബിയെ പറ്റി പറഞ്ഞെന്താ? ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ പുത്രനാണ്. അത് നീ പറയണ്ട. അതൊഴിച്ചുള്ള എന്ത് മധു വേണമെങ്കിലും വായിക്ക് തോന്നിയൊക്കെ പറഞ്ഞു. ലൈസൻസ് കൊടുക്കുകയാണ് ആര്? ബൂസൂരി. ശരി, മൂപ്പരത് പറയുമ്പോ ലൈസൻസ് കൊടുക്കുന്ന ആൾ തന്നെ മാതൃക കാണിക്കണ്ടേ? എന്നാ മൂപ്പര് തന്നെ മാതൃക കാണിച്ചു. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലുദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ആദിസിൽ ആമിമി. സൃഷ്ടികളിൽ യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലുദു ബിഹി, സൃഷ്ടികളിൽ മാന്യനായ ആദരണീയനായ പ്രവാചക, മാലിമൻ അലുദു ബിഹി, എനിക്ക് അഭയം തേടാൻ ആരാണുള്ളത്? സിവാക, താങ്കളല്ലാതെ. എന്താ ഹുലൂലിൽ ആഹാദിസിൽ ആമിമി, വ്യാപകമായ വിപത്തുകൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് അഭയകേന്ദ്രമായി ആരാണുള്ളത്? ആര് പറയുന്നു? ബൂസിരി പറയുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണോ അതോ ദമ്മോ? നബിയെ പ്രകീർത്തിക്കലാണോ അതല്ല അപകീർത്തിക്കലാണോ? നിങ്ങൾ ചിന്തിക്ക്. ഏറ്റവും വലിയ ശിർക്കല്ലേ ആ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ. ഖുർആന്റെ ചോദ്യമാണ് വിശ്വാസികളെ, ആരാണ് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ? വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? അല്ലാതെ വേറെ കഴിയുന്നു? ഇല്ല. അള്ളാഹുവിന്റെ ചോദ്യം നിർത്തുന്നോ? ഇല്ല. ഇനി നോക്കി എന്തൊക്കെ അപകടമായ വരികളാ. ഇതൊക്കെ മദ്ഹിന്റെ പേരിലാണ്. ഇഷ്കെ റസൂൽ, ഇഷ്കെ മദ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊലിപ്പിക്കുന്നുണ്ടല്ലോ ആഘോഷത്തിൽ. അപകടങ്ങൾ കേട്ടോ, ശരി കേട്ടോളി.
فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. പ്രവാചക, താങ്കളുടെ ഔദാര്യമാണ് ഈ ദുനിയാവും അതിലെ ചരാചരങ്ങളും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ഈ ദുനിയാവും അതിലെ ചരാചരങ്ങളും മുഴുവൻ താങ്കളുടെ ഔദാര്യമാണ് പ്രവാചക. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ഖലം, പേന കൊണ്ട് എഴുതുന്ന എല്ലാ അറിവുകളും. ഇൽമുൽ ലൗഹ്, ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചുള്ള കൃത്യമായ അറിവാർക്ക? അല്ലാഹുവല്ലാതെ അറിയോ? ആ അറിവും താങ്കളുടെ അറിവിന്റെ പരിധിയിൽ പെടുന്നതാണ്. ഏറ്റവും അപകടകരമായ വരികളാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തലാണ് അത്ര. ആലോചിച്ച് നോക്കി, വളരെ അപകടം പിടിച്ച വരികൾ അല്ലേ? ദുനിയാവ് ആർക്കു വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വീഖു എന്ന് പണ്ട് എഴുതിയല്ലോ, ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. താങ്കളില്ലായിരുന്നെങ്കിൽ ഈ ഗോളങ്ങളൊന്നും സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നു. അപ്പോൾ ആളുകൾ പിടികൂടി ഇത് ഏത് ഖുർആനിലാണത്, ഹദീസിലുള്ളത്, അതൊന്നുമില്ല. പിന്നെ അപ്പോൾ അത് വീഖു, വിശുദ്ധ ഖുർആൻ എന്ന്. അപ്പോൾ എല്ലാവരും പരിധി ചോദിച്ച ആളുകളോട്, എവിടെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ആയത്ത്? അവർ പറഞ്ഞു വിശുദ്ധ ഖുദ്സിയായ ഹദീസാണ്. വീഖു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നോക്കണ ആളുകളെ കരണം മറിച്ചിൽ അപകടം പിടിച്ച പോക്കല്ലേ ഖുർആൻ. പ്രവാചക, താങ്കളെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൂസിരി പറയുന്നത് പ്രവാചകന്റെ ഔദാര്യമാണ്, അഥവാ പ്രവാചകന് വേണ്ടിയാണ് ദുനിയാവ് സൃഷ്ടിച്ചതെന്ന്. അള്ളാഹ് പറയുന്നത് ലോകത്തിനു വേണ്ടിയാണ് ആരെ സൃഷ്ടിച്ചതെന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചതെന്ന്. ഇനി ചിന്തിക്കാനാ പറഞ്ഞത് പോയിന്റ് അല്ലേ? പാട്ടുകളിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ നബിദിനത്തിൽ പാടിയ പാട്ടുകളിൽ അപകടങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആമിന ബീബത്തെ അഹമ്മദ് യാ റസൂലേ, അഖില ജഗത്തിൻ വിത്തേ മുഹമ്മദ് യാ റസൂലേ. ആമിന ബീബത്തെ അഹമ്മദ് യാ റസൂലേ, അഖില ജഗത്തിൻ വിത്തേ മുഹമ്മദ് യാ റസൂലേ. ആമിന ബീബത്തെ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ അപകടം ഉണ്ട് അവിടെ. അഖില ജഗത്തിൻ വിത്ത്. അഖില ജഗം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെയും വിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണക്കാരൻ. ഇത് പഴയ പാട്ടല്ല. ആ പഴയ പാട്ട് പൊടിതട്ടിയെടുത്ത് കുട്ടികളൊന്ന് പാടുക മീലാദുൻ നബിയിൽ. അപകടം മനസ്സിലായി എത്രയാണെന്ന്? അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? ഇനി തീരുന്നില്ല. ഭൂമി നടുവാ മക്ക ഭൂജാതനായേ, ഭൂപതി മുസ്തഫാവേ പുണ്യ പൂർണ്ണ നിലാവേ, കമിലുൽ ഇൻസാന അദിലേ യാ റസൂലേ, അഖില ജഗത്തിൻ വിത്തേ മുഹമ്മദ് യാ റസൂലേ. ആമിന ബീബത്തെ എന്താ പറഞ്ഞത്? ഭൂമി നടുവാ മക്ക ഭൂജാതനായ. അത് ശരിയാ, ഭൂമിയുടെ നടുക്കാണല്ലോ മക്ക അല്ലേ? റസൂലുള്ളാഹി അവിടെ പറഞ്ഞു. ശരി, ഭൂപതി മുസ്തഫാവേ. ഭൂപതി എന്ന് പറഞ്ഞ ദളപതി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? ഭൂപതി എന്ന് പറയാ. ഭൂ എന്ന് പറയാ എന്താ? ഭൂമിയുടെ അധിപനെന്ന്. ഭൂപതി ഈ പാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഈ രചിച്ച ആളോട് KT മുഹമ്മദാണ്. അയാളോട് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? മൗലിക് കിതാബിന്ന്. അതിനെ തെളിവ് വേറെ ഉള്ളത്. അയാളോട് ചോദിച്ചു നോക്കി, ഞങ്ങൾക്ക് രേഖയുണ്ട്. എന്താ? മൗലിക് കിതാബ് ഉസ്താദ്മാർ എഴുതി വെച്ചല്ലേ, അപ്പൊ നമുക്ക് എഴുതാമല്ലോ. അപകടങ്ങൾ നോക്കി നിങ്ങൾ എത്രയാണെന്ന് പാട്ടുകളിലുള്ളത് അല്ലേ? ശരി, മറ്റൊരു മദ്ഹാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണം എന്ന് പറഞ്ഞത്. ഉസ്താദന്മാരുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും നാട്ടിൽ കേൾക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കല്യാണത്തിൽ കൂടാൻ, സ്വർഗത്തിലെ നാളെ കല്യാണത്തിൽ കൂടാൻ തൗഫീക്ക് നൽകണേ നാഥാ. അപ്പൊ ആളുകൾ ആമീൻ ഇങ്ങനെ പറയും. കല്യാണമാണ്, അപ്പോഴും തീറ്റ പരിപാടി, വേറെ അതിൽ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ചോദിച്ചെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കേട്ടോളി, ആയത്ത് ഹദീസ് ഉണ്ടെന്നാ പറയുന്നത്. എന്താ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണം ഉണ്ടെന്നാണ്. ആരെ കല്യാണം എന്ന് പറഞ്ഞാൽ 11 പുറമെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന 2 പേരുണ്ട്. ഒന്ന് ഇമ്രാത്ത് ഫിറഔന്റെ ഭാര്യ ആര്? ആസിയ. മറ്റൊന്ന് മറിയം ബീവി, ഈസ ബിൻ മറിയം അല്ലയോ? കേട്ടില്ലേ? ഇവർ 2 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ പോകുന്നത്. അലങ്കാര സുവർണത്തിന്റെ അതിർപ്പം ചൊല്ലാൻ ആറ്റലർ നബിയാരെ കല്യാണമേ കല്യാണമേ. അലങ്കാര സുവർണം മനസ്സിലായില്ലേ? സ്വർഗത്തിലെ കല്യാണമാണ്.
അതിനൊരു പാട്ടുണ്ട്. ആസിയ ബി മറിയം കൂടി അണയും മണവാട്ടി ചൂടി നബിയാരെ കല്യാണത്തിന് ഫിർദൗസിൽ അന്ന് മുത്ത് മഹമൂദരെ തൃക്കല്യാണ പുതുക്ക പെണ്ണ്. ഇവ രണ്ടുപേരാണ്. ബീവി ആസിയ ചമഞ്ഞിരിക്കും, ബീവി ഖദീജ ചമഞ്ഞിരിക്കും. പാട്ട്. ഞാൻ തെളിവുണ്ടോ? തെളിവുണ്ട്, ഞങ്ങൾക്ക് തെളിവുണ്ട്. ഇതാ കേട്ടോളൂ തെളിവെന്താ? തൊബ്രാനി ധരിക്കുന്ന ഹദീസിൽ അൻ നബി ബുറൈദ അൻ നബീഹി, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തഹരീമിൽ സയ്യിബാത്തിൻ വ അബ്കാറ, കന്യകകളായ സ്ത്രീകളെയും വിവാഹിതരായ സ്ത്രീകളെയും എന്ന് പറയുന്നിടത്ത് അതിന്റെ വിശദീകരണത്തിൽ ഖാല വഅദല്ലാഹു ബിനബീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദിഹിൽ ആയ, അള്ളാഹു ഈ ആയത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്, ഓഫർ ചെയ്തിരിക്കുകയാണ്. അൻ യുസവ്വിജഹു, പ്രവാചകനെ രണ്ടുപേരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. എന്താ? ഇസ്നൈൻ ഫസ്തയ്യിബു, ഇതിലെ വിവാഹിതയാരാ? ആസിയത്തു ഇംറത്തു ഫിറഔൻ, ഫിറഔന്റെ ഭാര്യ ആസിയ. വബിൽ അബ്കാർ എന്ന് പറഞ്ഞില്ലേ, ആരാ? ബിക്ർ, കന്യക മറിയം ബിൻത് ഇമ്രാൻ. തൊബ്രാനി ഉദ്ധരിച്ച ഹദീസാണ്. ഒരു തെളിവല്ലേ? തെളിവല്ലേ? ആണ് നമ്മൾ പാട്ടുണ്ടാക്കിയത്. നോക്കണേ. ഇനി ഹാഫിദ് ഇബ്നു അസാക്കിർ ഉദ്ധരിക്കുന്നുണ്ട് ഇതേ തന്നെ. അബി ഉമാമ റളിയല്ലാഹു അൻഹു നബി ചെയ്യാണ്, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നല്ലാഹ സവ്വജനി ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു എനിക്ക് നേരത്തെ കല്യാണം കഴിച്ചു തന്നിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ തന്നെ. ആരെ? മറിയം ബിൻത് ഇമ്രാൻ. പിന്നെ വ കുൽസും ഉഖ്ത മൂസ, മൂസയുടെ സഹോദരി കുൽസൂമിനെയും. പിന്നെയോ ആസിയത്ത് ഇംറത്ത് ഫിറഔൻ, ഫിറഔന്റെ ഭാര്യ ആസിയയും. അപ്പോ സ്വഹാബി പറയാണ്, ഫഖുൽതു ഹനീഅൻ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലുള്ളാഹി, നബിയെ താങ്കൾക്ക് എൻ്റെ വിവാഹ മംഗളാശംസകൾ എല്ലാം. വഹാദാ അയ്ളൻ ദഈഫ്, ഈ ഹദീസൊക്കെ ആരാ ഉദ്ധരിക്കുന്നത്? ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് പറയും ഹാദാ ഹദീസുൻ മുർസലുൻ. മറ്റൊരിടത്ത് മിനൽ ഇസ്രാഈലിയാത്ത്, ഇസ്രായേലത്ത് അറിയില്ലേ, ജൂതന്മാർ എഴുതിണ്ടാക്കിയതാണ്. ആരുടെ പേരിൽ? തൊബ്രാനിയുടെ പേരിൽ എഴുതിണ്ടാക്കിയ. മുപ്പര് ഉദ്ധരിച്ചിട്ടില്ല കേട്ടോ, അതാ ബഹുരസവും. തൊബ്രാനി ഉദ്ധരിച്ച് നോക്കിയാൽ തൊബ്രാനി മറിച്ചു നോക്കിയാൽ അതില്ല. അപ്പൊ തൊബ്രാനിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. ഇത് കാണുന്നൊക്കെ വിചാരിക്കും തൊബ്രാനി മറിച്ചു നോക്കോ? ഇല്ല, തൊബ്രാനി പറഞ്ഞല്ലേ, ഹദീസ് പണ്ഡിതൻ പറഞ്ഞതല്ലേ, അത് സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് അബദ്ധങ്ങൾ. നോക്കണേ, ഹദീസിന്റെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ പാട്ടുകളുടെ ഈണത്തിൽ രാഗത്തിലും ആളുകൾ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപകടകരമായ വരികൾ പലതോട് അള്ളാഹുവോട് തേടേണ്ട തേട്ടങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് അഷ്റഖൽ ബൈത്തിൽ എന്തൊക്കെ പറയുന്നു? യാ നബീ സലാം അലൈക, കാവാലിയാണ്, മനസ്സിലായില്ലേ? അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. അതിൽ വരി ഇങ്ങനെ ഉണ്ടാവും, ഫഅഗീസ്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി യാ നബി സലാം അലൈക്കും യാ ഗിയാസി ഫഅഗീസ്നി വഅജിർനി, എന്നെ സഹായിക്കണേ. ആരോട്? നബിയോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ മോചിപ്പിക്കണേ. യാ മുജീറു മിനസ് സഈർ, കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കുന്ന രക്ഷക. ഓ, വല്ലാത്ത വാക്ക്. അല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമൻ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ആരുടെ പ്രത്യേകത ഈ പ്രാർത്ഥന? ആര് പ്രാർത്ഥിക്കുന്നതാ? ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ. അള്ളാഹുവോട് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, തീർച്ചയായും അതിന്റെ ശിക്ഷ എന്നത് വിട്ടുമാറാത്തതാകുന്നു, ഒഴിയാബാധയാകുന്നു. ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ, അത് ഏറ്റവും വൃത്തികെട്ട മോശമായ സങ്കേതമാകുന്നു, താവളമാകുന്നു എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് ഓതിക്കൊടുത്തു ആയത്ത്. എന്തിന്? പാപമോചനം തേടാൻ, നരകമോചനം അള്ളാഹുവോട് അർത്ഥിക്കാൻ വേണ്ടി. എവിടെയാണ്? യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി, എന്റെ സഹായമേ, എന്റെ അവലംബമേ. ഫീ മുലിമ്മാത്തിൽ ഉമൂർ, ഫീ മുലിമ്മാത്തിൽ ഉമൂർ, പരിസന്ധി ഘട്ടങ്ങളിലെല്ലാം. തീരുന്നില്ല. അന്ത ഗഫാറുൽ ഖത്വായ വദ്ദുനൂബിൽ മൂബിഖാതി അന്ത സത്താറുൽ മസാവി വമുഖീലുൽ ആസറാതി. പ്രവാചക, അന്ത ഗഫാറുൽ ഖത്വായ. ഓ സുബ്ഹാനല്ലാഹ്, വരിയുടെ നിങ്ങൾ ചിന്തിക്കട്ടോ. നിങ്ങൾ പാട്ടിലൂടെ ആസ്വദിക്കല്ലേ, കുലുങ്ങല്ലേ, നിങ്ങൾ കേൾക്കിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ അന്ത ഗഫാറുൽ ഖത്വായ എന്ന് പഠിപ്പിച്ചു ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ആരാണ് എനിക്ക് പാപമോചനം നൽകാൻ? ആരാണല്ലോ നീയല്ലാതെ എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസിക്ക് ഇത് പാടാൻ കഴിയുമോ? ഇത്
അന്ത ഗഫാറുൽ ഖത്തായ, തെറ്റുകൾ പൊറുക്കുന്നവനെ. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. വദുനൂബിൽ മൂബിഖാത്ത്, വൻപാപങ്ങൾ സബഉൽ മൂബിഖാത്താണ്. അന്ത സത്താറുൽ മസാവി വമുഖീലുൽ ആസറാത്തി, പിന്നെ ന്യൂനതകളെ മറച്ചു വെക്കുന്നവനെ, അതേപോലെ തന്നെ തെറ്റുകളെയൊക്കെ നീക്കിക്കളയുന്നവനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള എന്തൊക്കെ അബദ്ധങ്ങളാണ്, പ്രവാചകന്റെ പേരുള്ള അപരാധങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അല്ലേ? മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ മൗലിദ്. ആ കാഫൊന്ന് മാറ്റി കൊടുത്താൽ എന്തായി? മങ്കൂസായി. മങ്കൂസത്ത് അറിയും? മൺകൂസല്ല, മങ്കൂസ്. ആ കാഫെന്ന് മാറ്റിയ മങ്കൂസ്. അതിൽ പറയുന്നത് കേട്ടോളി, ഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ ലോകത്തെ പടയ്ക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നൂറായിരുന്നു, ഒരു പ്രകാശമായിരുന്നു എന്നാണ്. അതാണ് ആ പാട്ടിൽ പറയുന്നത്. പാട്ട് കേട്ടില്ല നിങ്ങള്? ഒരു തോരണങ്ങൾ വെച്ച് അല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അകലോക കാരണമുത്തൊളി. ആ മുത്തൊളിയാണത്. യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. രണ്ട് അപകടങ്ങൾ. ഈണത്തിൽ പാടിപ്പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇന്നത് പാടുന്നുണ്ട്. നിങ്ങളെ പാട്ടുടിപ്പിക്കാൻ വേണ്ടിയില്ല പാടുന്നത് കേട്ടോ. അപകടങ്ങൾ ആ വരികളിലെ. ആകലോക കാരണമുത്തൊളി, നേരത്തെ പറഞ്ഞല്ലോ കാരണം. ആദിജ്യോതി, ആദിജ്യോതി എന്ന് പറഞ്ഞാൽ, ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യ, ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശം. അതാണ് ഈ പാട്ടിൽ പറയുന്നത്. തെളിവുണ്ട്. എന്ത് തെളിവ്? ഇതന്നെ മങ്കൂസ് പോലും അമ്മക്ക് തെളിവ്. പാട്ടുണ്ടാക്കിയതാണ്. എന്തൊക്കെ അപകടങ്ങൾ അല്ലേ? യാ സയ്യിദസ്സാദാതി ജിതുക ഖാസിദൻ യാ റസൂലല്ലാഹ് അർജു ഹിമക ഫലാ തുഖൈബ് മഖ്സദി യാ റസൂലല്ലാഹ്. നേതാക്കളിൽ നേതാവേ, ഞാൻ അങ്ങയെ ലക്ഷ്യം വെച്ചതാ വന്നിരിക്കുന്നു. താങ്കളുടെ സംരക്ഷണമാണ് എനിക്ക് ആവശ്യം. അതിനാൽ എൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ ഒരിക്കലും താങ്കൾ തെറ്റിച്ചു കളയില്ല, നിരാശനാക്കല്ലേ പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത്? പ്രവാചക മദ്ഹ് നല്ലതാ, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലേ പറയാവൂ. പ്രവാചകനെ കുറിച്ച് റസൂലുള്ളാഹി തന്നെ പുകഴ്ത്തിയിട്ടില്ലേ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകൾ അല്ലേ, സ്വഹാബികൾ പലരും പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ പുകഴ്ത്തണമെന്ന് അവർ തന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മാ മസസ്തു ദീപാജൻ, ഞാൻ ഒരു പട്ടുവസ്ത്രവും പിന്നെ ഞാൻ സ്പർശിച്ചിട്ടില്ല. അല്യനമിൻ യദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനേക്കാൾ ലോലമായ സോഫ്റ്റായ കൈ ഞാൻ ഒരിക്കലും പിന്നെ സ്പർശിച്ചിട്ടില്ല. ആര് പറയുന്നു? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഒമാ ശമംതു അംബറൻ, ഒരു അംബറും വലാ മിസ്കൻ, ഒരു കസ്തൂരിയും മിൻ റായിഹത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധത്തെക്കാൾ ഒരു അംബറും കസ്തൂരി ഞാൻ മണക്കുണ്ടായിട്ടില്ല. ആര് പറഞ്ഞു? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാ ഇത്. മദ്ഹ, ഇത് മദ്ഹ. ഇതാരെങ്കിലും എതിർക്കുന്നുണ്ടോ? ഇത് അംഗീകരിക്കല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പെടുത്തി സൂക്ഷിച്ചില്ലേ സ്വഹാബി വനിത ഉമ്മു സുലൈം? പ്രവാചകന്റെ പ്രത്യേകതയല്ലേ? ഇതാണോ അവർ പറയണത്? യഥാർത്ഥത്തിൽ ശരി. ഇനിയിപ്പോ മദ്ഹാണ് പറഞ്ഞത്. ഈ മദ്ഹ് പറഞ്ഞിട്ട് ഈ പിന്നെ വജീനം കൊടുക്കാൻ എവിടെ നിന്നാ തെളിവ് സുഹൃത്തുക്കളെ? അവിടെ മനസ്സിലാക്കി നമ്മൾ. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വഹാബികൾ ചരിത്രം നോക്കി. അതുകൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, മസ്സഅ, എന്താണ്, എന്നാണ് അന്ത്യനാൾ? റസൂലുള്ള തിരിച്ചു ചോദിച്ചു, മദാ അഅദത്തലഹ, താങ്കൾ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചത്? അദ്ദേഹം പറഞ്ഞു, ലാ ശൈഉൻ ഇന്നി ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഒന്നുമില്ല പ്രവാചക, പക്ഷെ ഞാൻ ഒന്നുണ്ട്. എന്ത്? അള്ളാഹുവോടും റസൂലോടും ആത്മാർത്ഥമായ സ്നേഹം എനിക്കുണ്ട്, അതല്ലാതെ ഒന്നുമില്ല. അന്ത്യനാളിനു വേണ്ടി ഒരുങ്ങാൻ എനിക്കുള്ളത്, എൻ്റെ കയ്യിലുള്ളത് അള്ളാഹുവോടും റസൂലോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹമല്ലാതെ ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക മഅ മൻ അഹ്ബബ്ത അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓഫറാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇതാണ് ഹുബ്ബുൽ ഹഖീഖി, യഥാർത്ഥ സ്നേഹം. അത് ഹൃദയത്തിൽ നിന്നുള്ള വന്നത് അല്ലേ? വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകത്തുൻ തുഅദീഹി വ ഇന്നി ജാലിസുൻ ഫീ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിൽ സുഖമായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സഹാബികൾ പ്രകടിപ്പിച്ച സ്നേഹമാണോ? അതാണോ ഈ ആളുകൾ പ്രകടിപ്പിക്കുന്നത്? ആണോ?
ബദറിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനു വേണ്ടി സഹാബികളെ ക്ഷണിച്ചപ്പോൾ മഹാനായ അംർ ബിൻ ആസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ വാക്ക്, യാ റസൂലല്ലാഹ് ഹാദിഹി അംവാലുനാ ബൈന യദൈക ഫഹ്കും ഫീമാ ബിഇശ്. ദാ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ധനമെല്ലാം താങ്കളുടെ മുന്നിലുണ്ട്, എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളി. വഹാദിഹി നുഫൂസുനാ ബൈന യദൈക്, ഞങ്ങളിതാ ജീവനോടെ തന്നെ താങ്കളുടെ മുന്നിൽ നിൽക്കുകയാണ്. ലവിസ്തഅർലത ബിനാ അൽ ബഹ്റ ലഖുദ്നാ, താങ്കൾ ഞങ്ങളെയും കൊണ്ട് കാടുന്ന ബഹറിലെങ്ങാനും ഊളിയിട്ടിറങ്ങുകയാണെങ്കിൽ ലഖുദ്നാ, ഞങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. എന്ത്? താങ്കളോടൊപ്പം സമുദ്രത്തിൽ ഇറങ്ങി മുങ്ങാൻ. നുഖാത്തിലു ബൈന യദൈക മിൻ ഖൽഫിക വൻ യമീനിക വൻ ശിമാലിക, താങ്കളുടെ ഇടതും വലതും മുമ്പിലും പിന്നിലും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാ. ഇതാണ് സഹാബികൾ പ്രകടിപ്പിച്ച സ്നേഹം. ഇത് അവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ലേ ഈ സ്നേഹത്തിന്റെ പവിത്രതയൊന്നും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകട്ടെ, ഈ ബിരിയാണി വെച്ച് വിളമ്പലൊക്കെ പോകട്ടെ, മിഠായി വിതരണവും പോകട്ടെ, കാരക്കുണ്ടല്ലോ അതെങ്കിലും ചീളായി കൊടുത്തുണ്ട് കുട്ടികളെ രാവിലെ മദീനയുടെ ചുറ്റുമോ അല്ലെങ്കിൽ മക്കയുടെ ചുറ്റുമോ ഒരു വലയം വെക്കൽ, അത്രമാത്രം മതി, വേറൊന്നും വേണ്ട. തെളിവായിട്ട് നമ്മൾ ചിന്തിക്കും, നമ്മൾ ഗൗരവമായി മനസ്സിലാക്കി സ്വഹാബികൾ എങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചെന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിങ്ങൾ ഉഹദ് യുദ്ധം നടക്കുകയാണ്, കൊടുമ്പിരി കൊള്ളുകയാണ്, മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു. ആ രംഗം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, ലമ്മക്കാന യൗമ ഉഹദ്, ഉഹദ് യുദ്ധ ദിവസം ആളുകൾ പറഞ്ഞു കുത്തില മുഹമ്മദ്, കുത്തില മുഹമ്മദ്. ഇടിനാദം പോലെ വിശ്വാസികളുടെ കർണപുടങ്ങളിൽ അലയടിച്ച ഒരു നാദമായിരുന്നു, സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുകയാണ് കസറത്തു സവാരിഹു ഫി നാഹിയത്തിൽ മദീന, മദീനയുടെ തെരുവോരങ്ങളിൽ ഘോര അട്ടഹാസങ്ങൾ മുഴങ്ങി, പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് സഹിക്കാൻ കഴിയുന്നില്ല. പലരും യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയാണ്, പലരും കൊല്ലപ്പെടുകയാ. ഫഖറജത് ഇംറഅതുൻ മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട ഒരു സ്ത്രീ കടന്നു വരുന്നു. അവർ നടന്നു വരുമ്പോ അവരുടെ മുന്നിൽ 4 പേർ കിടപ്പുണ്ട്. അവർ ചോദിക്കുക മൻഹാദ, ആളുകൾ കൂടിന്ന് പറഞ്ഞു അബൂക്ക, ദാ ഈ കിടക്കുന്ന നിങ്ങളുടെ പിതാവാ. അഹൂക്ക, ഇത് നിങ്ങളുടെ സഹോദരനാ. സൗജുക്ക, ഇത് നിങ്ങളുടെ ഭർത്താവാ. ഇബ്നുക, നിങ്ങളുടെ മകനാണ്. വഖുദ് ഖുതിലു ജമീഅൻ വഹിയ തഖൂൽ, അവരത് കണ്ടിട്ടും ചോദിച്ചില്ല. അവർ ചോദിച്ച വാക്ക് മഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തു പറ്റിയെന്നാ, പ്രവാചകൻ എന്തു പറ്റി? അവിടെ ഭർത്താവ് മരിച്ചു കിടക്കുന്നു, ഉപ്പ മരിച്ചു കിടക്കുന്നു, മകൻ മരിച്ചു കിടക്കുന്നു. എന്നിട്ട് പോലും അവർക്കറിയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തു പറ്റിയെന്നാ. തുടർന്ന് പറയാണ്, അപ്പൊ ആരോ പറഞ്ഞു അമാമക്, ദാ മുന്നിൽ തന്നെ ഉണ്ട്, പ്രവാചകൻ മുന്നിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഹത്താ ദുഫിഅത് ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഫഅഖറത് ബിനാഹിയതി സൗബിഹി, പ്രവാചകന്റെ വസ്ത്രത്തിന്റെ ഒരു തലയിൽ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയും താങ്കൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. ലാ ഉബാലി ഇദാ സലിംത മിൻ അതബ്, താങ്കൾക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. നോക്കണേ, സ്നേഹം ഇതാണ്. സ്നേഹിച്ചത് എങ്ങനെയാണ്? ആലോചിച്ച് നോക്ക്. ഇവരൊന്നും ഈ പറഞ്ഞ തെളിവുകളൊന്നും കണ്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാത്തവർ മുസ്ലിങ്ങളല്ല. ആലോചിച്ച് നോക്ക്, ലോകത്ത് ഒരു നേതാവിന്റെ മരണദിനത്തിൽ ആഘോഷിച്ച ഒരു സമുദായം വേറുണ്ടോ? ഈ സമുദായമല്ലാതെ നമ്മൾ ചിന്തിച്ചു നോക്കി, ലോകത്തുണ്ടോ? എത്ര പേരുടെ ചരമദിനത്തൊക്കെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ മരിച്ച ദിവസം അതൊരു ആഘോഷമായി കൊണ്ടാടുന്ന ലോകത്തെ സമുദായമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, പ്രവാചകനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചവർ, ജീവനേക്കാൾ സ്നേഹിച്ചവർ, ചരിത്രത്തിൽ ഉഹദ് യുദ്ധം കൺമുന്നിൽ തെളിയുക, മറക്കാനാവില്ലത്. വിശ്വാസികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല ഉഹദിന്റെ പോർക്കളം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ആണി തറച്ചു കയറി വേദന കൊണ്ട് പിടയുകയാ. ഈ ഉമ്മത്തിന്റെ നേതാവ് വേദന കൊണ്ട് പിടയുകയാ. ഹരീസുൻ അലൈക്കും അസീസുൻ, അല്ലെ, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള അഭിമാനമുള്ള പ്രവാചകൻ വേദന കൊണ്ട് പിടയുകയാ. എന്തേ? നെറ്റിയിൽ ആണി തറച്ചു കയറി. പ്രവാചകൻ പരമാവധി ശ്രമിച്ചത് നൂരിയെടുക്കാൻ, തലയിൽ നൂരിയെടുക്കാൻ കഴിയുന്നില്ല. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അത് കാണുകയാ. ഓടി വന്നു നോക്കി, ഊരാനൊരു ശ്രമം നടത്തി നോക്കി, ഇല്ല, കഴിയുന്നില്ല. എന്താ ചെയ്തത് അദ്ദേഹം? സ്വന്തം പല്ല് കൊണ്ട് അത് കടിച്ചു വലിച്ചൂരിയെടുത്തപ്പോ 2 പല്ല്, മുൻപല്ല് പറഞ്ഞുപോയി. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്? അല്ലേ, അവർക്കൊന്നും ജന്മദിന ആഘോഷം അവരെ സ്നേഹിച്ചില്ല എന്ന് ആർക്കും പറയാൻ കഴിയും?
ഈ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചില്ല എന്നങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കി. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വന്തം ജീവൻ കൊടുത്തു പോലും പ്രവാചകന്റെ ജീവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച സ്വഹാബത്തിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് ഇവർക്ക് ആർക്കും തോന്നാത്ത ഒരു പ്രത്യേക സ്നേഹം എന്തേ ആ കാര്യത്തിൽ ഉണ്ടായത്? വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്നത് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ. ശരി, എല്ലാവരും ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ നമുക്കത് പഠിപ്പിച്ച് തന്നിട്ടുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുക. പ്രവാചകൻ എവിടെ എന്ത് പറഞ്ഞു അത് സ്വഹീഹാണെങ്കിൽ വിശ്വസിക്കുക. അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഒരു പശുവിന്റെ പുറത്ത് കയറി, ആ സംഭവം ഉദ്ധരിക്കാൻ എനിക്ക് സമയമില്ല, പശുവിന്റെ പുറത്ത് കയറി സഞ്ചരിച്ചപ്പോൾ ആ പശു ചോദിച്ചു, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് ഹറസിന് വേണ്ടിയാ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് കയറി യാത്ര ചെയ്യാനുള്ളതല്ല. സുബ്ഹാനല്ലാഹ് തതകല്ലമു, അങ്ങനെയാ പറഞ്ഞത്. തതകല്ലമു ബഖറ സംസാരിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല കേട്ടോ. സ്വഹാബി കേട്ടതാ, സ്വഹാബി പശു പറയുന്നത് കേട്ടതാ. പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അന ഊമിനു, ഞാനും വിശ്വസിക്കും, വസിദ്ദീഖുൻ, സിദ്ദീഖും വിശ്വസിക്കും, ഉമറും വിശ്വസിക്കും. ഇപ്പൊ രണ്ടുപേരോടെ ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം? സത്യമായതുകൊണ്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രവാചകന് സിഹർ ബാധിച്ചു എങ്കിൽ അങ്ങനെ സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടുണ്ടെങ്കിൽ ആമന്ന വസദ്ദഖന സമിഅന വഅതഅന, കണ്ണേറുന്നത് ഉണ്ട്, അതുകൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ സമിഅന വഅതഅന, ഞങ്ങൾ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു, അംഗീകരിച്ചു. ഇല്ല, എതിര് പറയാൻ ഞങ്ങളില്ല എന്ന് പറയണം അവിടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ. അതാണ് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് അക്കാര്യത്തിൽ. അതുകൊണ്ട് ഷാഫി മദ്ഹബുകാരനായ പണ്ഡിതന്മാർ പോലും അവിടെങ്കിലും നിന്ന് പറഞ്ഞ കേട്ടോളി നിങ്ങൾ. ഹാവിലിൽ ഫതാവയിൽ പറയണ കേട്ടോ, ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫിൽ കിതാബി. ഷാഫി മദ്ഹബുകാർക്കാണല്ലോ കേരളത്തിൽ ഈ തെക്കൻ ജില്ലകളിലൊക്കെ മറ്റൊക്കെ ആളുകൾക്ക് ഒരു താല്പര്യം അതാണല്ലോ, അവർക്കാണല്ലോ ഇതിന്റെ ആവേശവും. അവർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടോ, വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മത്തിൽ ലദീ ഹും ഖുദ്വത്തുദ്ദീനിൽ മുതമസ്സിഖൂന ബിആഥാറിൽ മുതഖദ്ദിമീൻ. പൂർവികരുടെ സുന്നത്തുകൾ കൃത്യമായി പാലിക്കുന്ന, മുറുകെ പിടിക്കുന്ന പൂർവികരിൽ നിന്നും ഒരിക്കലും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. അഹദഹൽ ബത്താലൂൻ, വ്യാജവാദികൾ അത് ഉണ്ടാക്കിയതാണ്. വശഹബത്തു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ, തീറ്റക്കൊതിയന്മാർ അത് കാര്യമായി ഏറ്റെടുത്തു. അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നതും. സത്യം പറഞ്ഞു അദ്ദേഹം അന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തീറ്റക്കൊതിയന്മാരുണ്ട്, ഇന്ന് അതിനേക്കാൾ ഉണ്ട്, ഒരുപാടുണ്ട്. അതായി പറഞ്ഞു വന്നത്. ഇനിയോ സുഇല ശൈഖുൽ ഇസ്ലാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു, അൻ അമലിൽ മൗലിദി, എന്നാണ് തുടങ്ങിയത് ഈ മൗലിദ് എന്ന ആഘോഷം? അദ്ദേഹം പറഞ്ഞു, ഫഅജാബ ബിമാ നസ്സഹു, ഖണ്ഡിതമായി അദ്ദേഹം പറഞ്ഞു, അസ്ലു അമലിൽ മൗലിദി ബിദ്അ, ഈ മൗലിദ് ആഘോഷം എന്ന ആ ഒരു പ്രവൃത്തി അത് ബിദ്അത്താണ്, അതിന്റെ അടിസ്ഥാനം. ലം തുൻഖൽ അനി സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ജീവിച്ചിരുന്ന ആരിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെയോ ആരിൽ നിന്നാ? അല്ലേ, പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജനാ. പാടാൻ സമയമില്ല. തഴവ മുഹമ്മദ് മുഞ്ചു മൗലവി അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. മലിക്കുൽ മുളഫർ 7-ാം നൂറ്റാണ്ടിൽ ഭരണം നിലംപൊത്തുമെന്ന് എന്ന് തോന്നിയപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും ഭരണം ഉറപ്പിക്കാനും ആളുകളെ സമാധാനിപ്പിക്കാനും വേണ്ടി മൂപ്പരുണ്ടാക്കി, മൗലിദുണ്ടാക്കി വലിയൊരു സദ്യ. ആ സദ്യയിൽ എന്തൊക്കെയാ വിളമ്പിയത്? 1000 10,000 പൊരിച്ച കോഴി, അതേപോലെ 1,00,000 പൊരിച്ച ആടിന്റെ തല, ഇതൊക്കെ അതിൽ എണ്ണുന്നുണ്ട്. ബിദായ നിഹായിൽ ഇബ്നു കസീർ അത് ഉദ്ധരിക്കുന്നുണ്ട്, പല ഗ്രന്ഥങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. ശരി, അവിടെയാണ് ഇതിന്റെ ആരംഭം. അതുകൊണ്ട് സുന്നത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല, ഖുർആനിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ സുന്നത്തും അനുസരിച്ച് മനസ്സിലാക്കിയ സ്വഹാബികൾ അവരുടെ വാക്കുകളിലോ താബികളുടെ വിശ്വാസയോഗ്യമായ ഒരു വാക്കുകളിലും സ്ഥിരപ്പെടാത്ത ഈ ദുരാചാരം നമ്മൾ ചെയ്യണോ എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രീതിയാണ് നമുക്ക് വലുതെങ്കിൽ എന്തിനേത് നമ്മൾ പറയുന്നത്? ഈ സമയം മുഴുവൻ നമ്മൾ ഇതിന്റെ മുന്നിൽ ചെലവഴിച്ചു അറിവ് കേൾക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ പ്രീതിയാണെങ്കിൽ ഇത്തിബാഉർ റസൂൽ, പ്രവാചകൻ ചെയ്തോ
ഇല്ലേ? നമുക്ക് വേണ്ട. സ്വഹാബികൾ ചെയ്തില്ലേ? നമുക്കത് വേണ്ട. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തിബാഉൻ നബി ഉണ്ടാകണം. അതിനുള്ള ഗുണം യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. അതാണ് എൻ്റെ ഗുണം. വെറുതെ അല്ല, ഇത്തിബാഉൻ നബി നമ്മൾ തുടർന്നാൽ. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറ്റവും ഏറെ കരുണയുള്ളവനും പൊറുക്കുന്നവനുമാണ്. ഖുൽ പറയുക, അത്തിഉല്ലാഹ വർ റസൂൽ, അള്ളാഹുവെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുകയും. ഫൈൻ തവല്ലൗ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അതൊക്കെ പറയാനുള്ള എല്ലാവരോടും വാശിയൊക്കെ വിടി, സംഘടനാ പക്ഷാപാതിത്വമൊക്കെ വിട്ടുകൊണ്ട് ഒന്ന് ഒന്ന് അയച്ചുകൊണ്ട് സാവധാനം ചിന്തിക്കി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഫൈൻ തവല്ലൗ, പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം, ഫൈൻ അല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അവരല്ലാഹ് എന്താ വിളിച്ചത്? കാഫിർ. ലാ യുഹിബ്ബുൽ കാഫിരീൻ, സത്യനിഷേധികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറട്ടെ അത്തരക്കാരിൽ നിന്ന്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പുലർത്തി, പ്രവാചകൻ പറയാത്തതൊന്നും അവിടുന്ന് പഠിപ്പിക്കാത്ത യാതൊന്നും ഒരു ബിദ്അത്തും ജീവിതത്തിൽ ഉണ്ടാകാതെ, ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പുഴുക്കുത്ത് വീഴാതെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാനും സൂക്ഷ്മറി നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونصلي على رسول الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാഹ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊക്കെ ശരിക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പിൻപറ്റാൻ ഒരു തൗഫീഖ് ലഭിച്ചാൽ അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം വേറെയില്ല. ഈ തെളിവുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ മുസ്ലിയാക്കന്മാർ ആണത് ഉണ്ടാക്കിയെടുത്തത്. ആ തെളിവുകൾ എന്താണ്? അങ്ങനെയുള്ള തെളിവുണ്ടാക്കാൻ അവർക്കൊരു പ്രേരകമായത് എന്താണ്? നിങ്ങൾക്കറിയില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, തിന്മ എന്നത് എന്താണ്? ഒരു തിന്മ എന്നത് എന്താണ്? അൽ ഇസ്മു മാ ഹാക ഫി സുദരിക. തിന്മ എന്നത് മനസ്സിൽ ചൊരിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വകരഹിത അൻ യത്തരി അലൈഹിന്നാസ്, ജനങ്ങളത് കണ്ട് മനസ്സിലാക്കുന്നതിനെ ഇഷ്ടപ്പെടാതിരിക്കുക. ഇങ്ങനെ പിന്നെ ഈ മീലാദ് പോലെയുള്ള ഈ ആഘോഷങ്ങൾ ഇവർ ആഘോഷിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായി ജനങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അതിനുവേണ്ടി അവരെന്തൊക്കെയോ ഉണ്ടാക്കി വെക്കലാക്കുന്നു. തിന്മയാണ് ഇത്, തെളിവില്ലാതെ ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനുവേണ്ടി തെളിവ് എന്നോണം ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില പ്രവണതകളാണ് ഈ തെളിവ് എന്നത്. അതുമാത്രമല്ല, ഇവർ തെളിവില്ലാതെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾ അറിയാൻ പാടില്ല. തെളിവില്ലാതെയാണ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് അവർക്ക് അത് തിന്മയാണ് എന്ന് തെളിയാൻ നമുക്ക് വേറൊന്ന് മാർഗമാണ്. അത് തിന്മയാണ്. മീലാദ് ആചരിക്കുക ഒരു ഇസ്മാണത്, തിന്മയാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. എന്താണ് അവരുടെ സ്നേഹം എന്നത്? ഈ സ്നേഹത്തെക്കുറിച്ചുള്ള വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ്? വസ്സാബിഖൂനൽ അവ്വലൂൻ, അവർ മുൻകടന്നു പോയവരാണ്. ആരാണ്? സഹാബാക്കൾ. മിനൽ മുഹാജിരീന വൽ അൻസാർ, എല്ലാ വിഷയത്തിലും മുൻകടന്നവരാണ്. ഏതിലാണ്? ഈമാൻ കൊണ്ട് മുൻകടന്നവർ, അമൽ കൊണ്ട് മുൻകടന്നവർ, നന്മ ഏതൊക്കെയുണ്ടോ, നന്മ എന്ന് ഏതൊക്കെ മുസ്ലിം ലോകം സമ്മതിച്ചിട്ടുണ്ടോ അതിലൊക്കെ മുൻകടന്നവരാണ്. അതിന് ഇനി ലോകത്ത് ഇനി വരുന്ന എത്ര വലിയ മുത്തഖിയായാലും എത്ര വലിയ നല്ല സമുദായമായാലും അവരെ മുൻകടക്കാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞതാണ് അസ്സാബിഖൂൻ, അവർ മുൻകടന്നുപോയി. അവരെ കുറിച്ച് അവരുടെ മഹബ്ബത്താണെങ്കിലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ എങ്ങനെ സ്നേഹിച്ചു എന്ന വിഷയത്തിലാണെങ്കിലോ അവരും അതിൽ സാബിഖനാണ്. അവരെ ഇനി പിന്തള്ളാൻ ആരും കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ
സർട്ടിഫിക്കറ്റാണ് അവരെക്കുറിച്ച്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ അധപതനത്തിൻ്റെയും എല്ലാ വഴിതെറ്റലിൻ്റെയും എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം എവിടെയാ മനസ്സിലാക്കണം. എവിടെ ഏത് സമുദായം, അത് ഈ കാലത്തുള്ളതും കഴിഞ്ഞ കാലത്തുള്ളതാണെങ്കിൽ ഇനി വരാനുള്ള കാലത്താണെങ്കിലും ഉള്ളവർ വഴി തെറ്റിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമായി ഖുർആനിൽ തന്നെ പറഞ്ഞു. ഉമയ്യ ഷാഖിഖിർ റസൂൽ, പ്രവാചകന് എതിരാവുക. അവർക്ക് വ്യക്തമായ തെളിവ് വന്നതിന് ശേഷം പിന്നെ പറഞ്ഞത് വയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ നിന്ന് ഇവർ വേറെ തന്നെ പോവുക, അതിൽ നിന്ന് മാറിപ്പോവുക, അതല്ലാത്ത മാർഗങ്ങളെ അവരുടെ മാർഗമായി അവർ കാണുക. ഇങ്ങനെ കാണുക എന്നത് അള്ളാഹു പറഞ്ഞത് അവരെ ഈ ലോകത്ത് തടസ്സപ്പെടുത്തുന്നല്ല. നുവല്ലി മാത്തവല്ല, എങ്ങോട്ടാണ് തിരിഞ്ഞത് അങ്ങോട്ട് തിരിക്കും. അവർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ശരിയായി കാണും, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് നല്ലതായി കാണും. അതിന് അവർ എല്ലാത്തിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ അവർ പ്രവർത്തിക്കും. എന്നാൽ അതോ നുസ്ലിഹി ജഹന്നമാണ്. ഇന്ന സായക്കും ലശത്ത എന്ന് അള്ളാഹു പറഞ്ഞു. ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിന്റെ പ്രവർത്തനം ഓരോ രൂപത്തിലാണ്, പല രൂപത്തിലാണ് എല്ലാവരും പ്രവർത്തിക്കുക. ചില ആൾക്കാർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചില ആൾക്കാർ അള്ളാഹുവിന്റെ തൃപ്തി എന്ന പേരിൽ അവർ അള്ളാഹുവിന്റെ അസംതൃപ്തിയെ വിലക്ക് വാങ്ങുന്നു, അല്ലേ? അവർ അതിനു വേണ്ടി, നിങ്ങൾ നോക്ക്, നമ്മൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കി, തിങ്കളാഴ്ച ഉള്ള ആ നോമ്പിനെ കുറിച്ചുള്ള യാതൊരു ധാരണയില്ല, അതിനെക്കുറിച്ചുള്ള യാതൊരു താല്പര്യം അവർക്കില്ല. എന്നാലോ മീലാദിനെ കുറിച്ചും പിന്നെ അതുപോലെയുള്ള വിദേഹത്തിനെ പറ്റിയും അവർക്ക് എന്താണ് ഇല്ലാത്ത അവർക്കുള്ളത്ര താല്പര്യം വേറെ ഒരു കാര്യത്തിലും ഇല്ല. അതാണ് അള്ളാഹു പറഞ്ഞത്. എന്താണ് ഹലാത്താക്ക് ഹദീസുൽ ഗാശിയ എന്ന് പറഞ്ഞില്ലേ, ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് അവർ ക്ഷീണിച്ചവരാണ്. നുവല്ലിഹി മാതവല്ല വനുസ്ലിഹി ജഹന്നം പറഞ്ഞതുപോലെ അവർ നരകത്തിലേക്കായിരിക്കും അവരുടെ സങ്കേതം, അവർ എത്തിപ്പെടുക എന്ന് പറഞ്ഞതിന് ശേഷം ഇതിലും അങ്ങനെ തന്നെ പറയാം. എന്താണ് തസ്ലാ നാറൻ ഹാമിയ, തിളക്കുന്ന നരകത്തിൽ, അവിടെ കത്തുന്ന നരകത്തിൽ അവരുടെ വാസസ്ഥാനമായിരിക്കും, അവരുടെ സങ്കേതമായിരിക്കും, അവർ എത്തിപ്പെടുന്നത് അവിടെയായിരിക്കും. അതാണ് ഹൽ ഉനബ്ബിയുക്കും ബിൽ അഖ്സരീന അമാല, അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചുള്ള നഷ്ടക്കാരിൽപ്പെട്ടവരെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു തരട്ടെ. അല്ലദീന ضل സഅയുഹും, പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ എന്തായി? ضل, ആ പ്രവർത്തനം ട്രാക്കിൽ നിന്ന് ഇറങ്ങി, വഴി തെറ്റിപ്പോയി. ഒന്ന്, അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, അത് വഴി തെറ്റിട്ടുണ്ടോ ഇല്ല എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ബോധവും ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ കാര്യം, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നല്ല ബോധമാണ്. എന്താണ്? അവർക്ക് നല്ലതാണ് അവർക്ക് തോന്നുക, ചെയ്തത് നല്ലതാണ്, അവർ അതിൽ പ്രശംസിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് മദ്ഹ് പാടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എന്താണ്? വലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ അതിന് ഒരു നിലക്കും അതിന് എന്തുണ്ടാവില്ല, കനം അല്ലാഹു കൽപ്പിക്കുകയില്ല. സഹോദരന്മാരെ, ഏത് സമുദായം വഴിതെറ്റിട്ടുണ്ടെങ്കിൽ സബീലുൽ മുഅ്മിനീന്റെ അതിൽ നിന്ന് വഴിതെറ്റിയത് കൊണ്ടായിരിക്കും അവരുടെ വഴികേട്. അത് മാത്രമാണ് കാരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ എന്താണ്? സ്നേഹം പ്രകടനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അദ്ദേഹത്തോട് കാണിച്ച സ്നേഹം. ഒരു സഹാബി വന്നു പ്രവാചകനിലേക്ക്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ സ്വന്തം നഫ്സിനേക്കാൾ ഏറ്റവും സ്നേഹമുള്ളവനാണ് താങ്കൾ. എൻ്റെ പിതാവിനേക്കാൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുക, താങ്കൾ ഓർത്തപ്പോൾ ഞാൻ വീട്ടിലിരിക്കുക എനിക്ക് സഹിക്കാൻ കഴിയില്ല. താങ്കളെ ഓർത്താൽ എനിക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല. ഏതുവരെ? താങ്കളെ ഒന്ന് കാണണം എനിക്ക്. അത് കാണുന്നത് വരെ എനിക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല പ്രവാചകരെ. എൻ്റെ മരണം
ഓർക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. എന്നാൽ പ്രവാചകരെ താങ്കളുടെ മരണം എനിക്ക് ഓർക്കാൻ കഴിയില്ല പ്രവാചകരെ. പിന്നെ പ്രവാചകരെ താങ്കൾ ഖിയാമത്ത് നാളിൽ അള്ളാഹു താങ്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുമ്പോൾ താങ്കളെ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും താങ്കൾ ഉണ്ടാവുക. ഞാനും സ്വർഗത്തിൽ വന്നാലും അള്ളാഹു എനിക്ക് സ്വർഗം നൽകിയാൽ പോലും പ്രവാചകരെ താങ്കളെ കാണാൻ സാധിക്കാത്ത രൂപത്തിലായിരിക്കും താങ്കളുടെ സ്ഥാനം. അത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴേക്കും പ്രവാചകനിലേക്ക് ഒരു ആയത്തിറങ്ങുകയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്ത്. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് പിന്നെ ഖിയാമത്ത് എന്നാണെന്ന് ചോദിച്ചപ്പോൾ, എന്താണ് ഖിയാമത്തിന് നാളിന് വേണ്ടി നീ ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെയും അള്ളാഹുവിൻ്റെയും പ്രവാചകനോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെ ആയിരിക്കും. കേട്ടു നിൽക്കുന്ന പ്രവാചകന്റെ സഹാബാക്കൾക്ക് ഇതുപോലെ സന്തോഷമുണ്ടായ മറ്റൊരു ദിവസമുണ്ടായിരുന്നില്ല, മറ്റൊരു പ്രവാചകന്റെ വാക്കുണ്ടായിരുന്നില്ല. അതാണ് അവരുടെ സ്നേഹം. ഇവിടെ എന്താ, പ്രവാചകന്റെ ഓർത്തുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഇരിക്കാൻ കഴിയാത്ത ഒരു സഹാബി ഓടിയൊന്ന് പ്രവാചകനോട് തൻ്റെ വിഷമം പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ആയത്തിറങ്ങുകയും ആയത്തിൽ പറഞ്ഞ കാര്യം എന്താണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നത് അള്ളാഹു പറഞ്ഞതുപോലെ അനുസരിക്കലാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കുള്ള സ്നേഹം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇതാഅത്താകുന്നു, അനുസരിക്കലാകുന്നു, അനുധാവനം ചെയ്യലാകുന്നു. അങ്ങനെ സ്നേഹിച്ചവർ, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചവർ അവർ ആരുടെ കൂടെയായിരിക്കും? ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അള്ളാഹുവിന്റെ നിഅമത്ത് ആരുടെ മേലാണോ അള്ളാഹു അനുഗ്രഹം ചെയ്തത് അവരുടെ കൂടെയായിരിക്കും. അതാണ് ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക. എന്താണ്? അള്ളാഹുവേ, സിറാത്ത്, ഏത് സിറാത്താണ് നമുക്ക് വേണ്ടത്? ഞങ്ങൾക്ക് അല്ലാഹുവേ സിറാത്ത് തരേണ്ടത് ആരുടെയാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന് ആരാണോ ബാധ്യരായത്, ആരാണ് പാത്രീഭവിച്ചത്, അവരുടെ മാർഗമാണ് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് എന്ന് പറയുന്ന. അതിനുശേഷം അവർ അങ്ങനെ ആരെങ്കിലും ആ സിറാത്ത് ചോദിച്ചു, അള്ളാഹു ആ സിറാത്ത് നൽകി. ആ സിറാത്തിന്റെ ആൾക്കാർക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം ഏതാണ്? അവർ നബികളുടെ, പ്രവാചകന്മാരുടെ, അമ്പിയാക്കന്മാരുടെ കൂടെയായിരിക്കും. അത് കഴിഞ്ഞാലോ പിന്നെ പറഞ്ഞതോ, അമ്പ്യാക്കന്മാർ എന്ന് പറഞ്ഞാൽ അതിൽ മുർസലീങ്ങളും നബിമാരും പെട്ടു. അതോടുകൂടി ആ വിഭാഗം തീർന്നു. മറ്റു 3 വിഭാഗക്കാരാരാ? പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ആ 3 വിഭാഗക്കാരാര്? സിദ്ദീഖീൻ, വശുഹദാ, വസ്സാലിഹീൻ. ഈ 3 വിഭാഗക്കാരാണ്. അതാണ് സബീലുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ മാർഗം പറഞ്ഞത് ആ മുഅ്മിനീങ്ങളാണ് സിദ്ദീഖുമാർ, ആ മുഅ്മിനീങ്ങളാണ് ശുഹദാക്കന്മാർ, ആ മുഅ്മിനീങ്ങളാകുന്നു സ്വാലിഹീൻ. ഈ 3 വിഭാഗക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് സഹാബാക്കളെ കുറിച്ചാണ്. ഒന്നാമതായി അവരെ കുറിച്ച് പഠിക്കണം, അവരുടെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കണം. ആ സ്നേഹം ഇതിൽ നിന്ന് മനസ്സിലാക്കാത്ത, അത് ഏത് വിഷയത്തിലാണെങ്കിലും ശരി, പ്രവാചകന്റെ സഹാബാക്കൾ പോയ മാർഗമല്ലാത്ത ഏത് മാർഗവും പിൻപറ്റിയാലും അവരുടെ വഴികേട് ഉറപ്പാണ്. അവർ വഴികേടിൽ, അതാണ് അവരുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ. ഏത് വിഷയത്തിലും പ്രവാചകന്റെ സഹാബാക്കൾ പോയ മാർഗത്തിൽ നിന്ന് സ്വന്തമായി മാർഗമുണ്ടാക്കുകയും അത് ശരിയായി ഇവർക്ക് കാണുകയും ചെയ്താൽ വഴികേടിന്റെ 1ാം സ്റ്റെപ്പ് തുടങ്ങി. പ്രവാചകന്റെ കാലത്തില്ലാത്ത ഒരു ദീന് മറ്റൊരു കാലത്തുണ്ടാവുകയില്ല, ഇലാ യൗമിൽ ഖിയാമ. അപ്പോൾ സഹാബാക്കൾ കണ്ട ആ മതത്തിൽ, സഹാബാക്കൾ സ്നേഹിച്ച ആ മതത്തിൽ, സഹാബാക്കൾ സ്നേഹിച്ച ആ സുന്നത്തിൽ
ഒരിക്കലും പിൽക്കാലത്തുണ്ടാക്കിയവരുടെ എത്ര നല്ല പ്രവർത്തനമാണെങ്കിലും ശരി, അത് ജനങ്ങൾ എത്ര നല്ലതായി പ്രശംസിച്ചാലും ശരി, അത് വഴികേടാണ്, അത് ഇസ്മാണ്, അത് ഹറാമാകുന്നു, ഒരു സംശയവും വേണ്ട. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ പോലും പ്രവാചകനെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കാൻ പേടിയുണ്ടായിരുന്ന സഹാബാക്കളുണ്ടായിരുന്നു. പ്രവാചകനെ മുഖത്ത് നോക്കുക എന്നത്, അങ്ങനെ കൂടുതൽ നോക്കിപ്പോയാൽ പ്രവാചകനോടുള്ള ഒരു ധിക്കാരമായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തല താഴ്ത്തിയിരിക്കുന്ന സഹാബാക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചകനെ വർണ്ണിക്കാൻ അവരോട് ചോദിച്ചാൽ, ഞാൻ പ്രവാചകന്റെ മുഖത്ത് ശരിക്കും നോക്കിയിട്ടില്ല, എനിക്ക് വർണ്ണിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ സഹാബാക്കൾ. പ്രവാചകന്റെ ശബ്ദത്തിന്മേൽ ശബ്ദം ഉയരുമോ എന്ന് പേടികൊണ്ട് പള്ളിയിലേക്ക് വരാത്ത സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാൻ അള്ളാഹു കൽപ്പിച്ച 2 വാക്ക്, അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ദൂതനും എന്ന് പറഞ്ഞ ഈ പ്രശംസ വാക്കിനേക്കാൾ വലിയ പ്രശംസ വാക്ക് മറ്റു ലോകത്ത് ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിയില്ല. അള്ളാഹു അത് അംഗീകരിക്കില്ല. പിന്നെ അബ്ദുല്ലാഹി വ റസൂലു ഈ പരിധിയിൽ പെടാത്ത ഒരു പ്രശംസയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അത് തള്ളിക്കളയുന്നതാണ്, അത് ചെയ്യുന്നവരെയും തള്ളിക്കളയുന്നതാണ്. അവൻ എത്ര പ്രവർത്തിച്ചാലും ആ പ്രവർത്തനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. സഹോദരന്മാരെ, സമയം വളരെ കുറവാണ്. പ്രവാചകന്റെ സഹാബാക്കൾ ചെയ്ത മറ്റൊരു കാര്യം കൂടി പറയട്ടെ. സ്നേഹിക്കാൻ അവർക്ക് ഒരുപാട് താല്പര്യം. എങ്ങനെ താല്പര്യം? ഇയാളാണോ പ്രവാചകനെ കൂടുതൽ സ്നേഹിക്കുക, അല്ല ഞാനാണോ? ഇവർക്ക് അതിൻ്റെ ഒരു മത്സരമാകും. സ്നേഹിക്കാൻ മത്സരമാകുന്നു. എന്താ മത്സരം? അലി റളിയല്ലാഹു അൻഹു, ജാഫർ ഇബ്നു അബി ത്വാലിബ്, സയ്യിദ് ഇബ്നു ഹാരിസ, ഇവർ 3 പേര് തർക്കമുണ്ടായി. ആരാണ് അന അഹബ്ബുക്കും ഇലാ റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതൽ സ്നേഹിക്കുക ഞാനാണ്. 3 പേര് തർക്കിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പോകാൻ അവർ അനുവാദം ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരട്ടെ, അവർ എന്നിലേക്ക് വരട്ടെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് പ്രവാചകരെ താങ്കൾക്ക് കൂടുതൽ സ്നേഹമുള്ളവർ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിമ, എൻ്റെ മകൾ ഫാത്തിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അല്ല പ്രവാചകരെ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരാണ് താങ്കൾക്ക് കൂടുതൽ സ്നേഹം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം മനസ്സിലായി. ഈ 3 പേരിങ്ങനെ തർക്കിച്ച് വന്നിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ അൻത യാ ജാഫർ, അല്ലയോ ജാഫർ, നീയാണെങ്കിലോ? ഞാൻ അതിൻ്റെ അറബി വായിക്കാൻ തന്നെ അർത്ഥം മാത്രം പറയുകയാണ്, കാരണം സമയം വളരെ കുറവായതുകൊണ്ട്. എന്താ പറഞ്ഞത്? ജാഫർ, താങ്കളാണെങ്കിലോ എൻ്റെ സ്വഭാവവും താങ്കളുടെ സ്വഭാവം ഒരുപോലെ സാദൃശ്യപ്പെടുന്നു. എൻ്റെ സ്വഭാവം താങ്കളുടെ സ്വഭാവം, താങ്കളുടെ സ്വഭാവം എൻ്റെ സ്വഭാവം ഒരുപോലെ സാദൃശ്യപ്പെടുന്നു. അതുപോലെ തന്നെ താങ്കൾ എന്നിൽ നിന്നാണ്, എൻ്റെ പരമ്പരയിൽപ്പെട്ടവനാകുന്നു. ഇനി യാ അലി, താങ്കൾ എൻ്റെ മരുമകനാണ്, എൻ്റെ മക്കളുടെ പിതാവാണ്. എന്താ എൻ്റെ മക്കളുടെ പിതാവ്? എൻ്റെ പേരക്കുട്ടികളുടെ പിതാവാണ്. അതുപോലെ ഞാൻ താങ്കളിൽ നിന്നും താങ്കൾ എന്നിൽ നിന്നുമാകുന്നു. സെയ്ദ്, താങ്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ എൻ്റെ അടിമയാകുന്നു. അടിമ പറഞ്ഞാൽ മൗല, എൻ്റെ കീഴിലുള്ള ആളാണ്. പിന്നെ താങ്കൾ എന്നിൽ നിന്നും, പിന്നെ ജനങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും സ്നേഹമുള്ളവൻ താങ്കളാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിൽ മുജ്മു സവായിദിൽ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയേക്കാൾ ജാഫറിനേക്കാൾ ആരാണ് മുന്തിച്ചത്? സെയ്ദിനെയാണ്. എന്നാൽ 2 പേരും ആദരിച്ചു. മറ്റു 2 പേരും ആദരിച്ചു, ഇയാളെ മുന്തിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അദ്ദേഹത്തോട്, പ്രവാചകനോട് സ്നേഹിക്കാൻ താല്പര്യം കാണിക്കുന്ന, മത്സരിക്കുന്ന ആ സഹാബാക്കൾ കാണാത്ത ഒരു സ്നേഹം ലോകത്ത് വെച്ച് ഒരുത്തനെ കൊണ്ടും ചെയ്യാൻ കഴിയുമോ സഹോദരന്മാരെ? സാധിക്കില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീരം സ്പർശിക്കാനും പ്രവാചകനെ അണച്ചു പിടിക്കാനും എന്തൊക്കെ അവസരമുണ്ടോ അത് അവർ ഉപയോഗപ്പെടുത്തും, ഇല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വടി കൊണ്ട് എല്ലാവരെയും സൊഫ് ശരിപ്പെടുത്തുമ്പോൾ അവിടെ സംഭവിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്ന സവാദ് ഇബ്നു ഖുസയ്യ എന്ന് പറഞ്ഞ ഒരു സഹാബി പ്രവാചകന്റെ വടി എൻ്റെ വയറ്റിലേക്ക് തട്ടി എന്ന് പറഞ്ഞു. പ്രവാചകരെ, താങ്കൾ എന്നെ ഉപദ്രവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉപദ്രവത്തിന് അപ്പൊ തന്നെ പ്രതികാരം വീട്ടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആ പരിശുദ്ധമായ വയറ് അവർക്ക് അദ്ദേഹത്തേക്ക് കാണിച്ചു കൊടുത്തു. ഇപ്പൊ തന്നെ പ്രതികാരം വീട്ടിക്കോളൂ എന്ന് പറഞ്ഞു. സവാദ് അണച്ചു പിടിച്ചു, പ്രവാചകന്റെ ആ വയറ്റിലേക്ക് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തി എന്തിനാന്ന് വെച്ചാൽ താങ്കളുടെ ശരീരത്തിലേക്ക് എൻ്റെ ശരീരം സ്പർശിക്കുകയും പ്രവാചകരെ ആ സ്പർശനത്തെ കാരണം കൊണ്ട് താങ്കൾ നരകത്തിലേക്ക് പോവുകയില്ലല്ലോ, ആ കാരണം കൊണ്ട് എൻ്റെ ശരീരവും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നൊരു ആഗ്രഹം കൊണ്ടാണ് പ്രവാചകരെ, അല്ലാതെ പ്രവാചകരെ താങ്കൾ എന്നെ ഉപദ്രവിച്ചു എന്നല്ല എന്ന് അവിടെ അത് അങ്ങനെയുള്ള സംഭവം പോലും, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരെന്ത് ചെയ്തു, അതിൻ്റെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ പ്രവാചകനെ സ്നേഹിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മറ്റുള്ള സഹാബികളുടെ സ്വന്തം മക്കള് നഷ്ടപ്പെട്ടാലും, സ്വന്തം പിതാവ് നഷ്ടപ്പെട്ടാലും, സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടാലും, ഇനി ആര് നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമില്ല. പ്രശ്നമുള്ളത് പ്രവാചകൻ എന്ന് സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആ വനിതക്കുണ്ടായിരുന്ന സ്നേഹം പിൽക്കാലത്ത് വരുന്ന ഏതെങ്കിലും സ്ത്രീക്ക്, ഏതെങ്കിലും സ്ത്രീ പെറ്റ ഒരു മകനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സഹോദരന്മാരെ? ഒരിക്കലും സാധ്യതയില്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് കേട്ടാൽ, ആ വാക്ക് കേൾക്കുമ്പോൾ അത് ആരോടാണ് കൽപ്പിച്ചത് എന്ന് പോലും ചിന്തിക്കാതെ പ്രവാചകന്റെ ആ കൽപ്പനയെ അതുപോലെ അനുധാവനം ചെയ്യാൻ പിന്നെ താല്പര്യം കാണിച്ച ആ സഹാബാക്കളുടെ ആ ഒരു സ്നേഹം പിൽക്കാലത്ത് ഉള്ളവർക്ക് ഉണ്ടാകുമോ? ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബാക്കളെ എന്തും വല്ലാത്തത് പറയരുത്. നിങ്ങൾ അവരെ കുറിച്ചുള്ള പിന്നെ അവരെതിരിൽ സംസാരിക്കരുത്. അവരെ കുറിച്ചുള്ള എന്ത് പിന്നെ മോശമായ കാര്യങ്ങൾ പറയരുത്. അവർ ശേഷം അവർ ചെയ്ത ഒരു ചെറുതായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തതായ അവർ ചെയ്ത ദാനം പിൽക്കാലത്ത് വന്നവർ അത് ഉഹുദ് മലയോളം പിന്നെ സ്വർണമാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്താലും അതിന്റെ തുല്യമോ അതിന്റെ പകുതിയോളം വരികയില്ല സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയുള്ള സഹാബാക്കൾ എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഖുത്ബയുടെ ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസൂ, നിങ്ങൾ എല്ലാവരും ഇരിക്കുക. പള്ളിയുടെ ഒരുപാട് അകലയിൽ ഈ ശബ്ദം കേൾക്കുന്ന സഹാബി അവിടെ തന്നെ ഇരിക്കുക, ആ വെയിലത്തിരിക്കുക. ജുമാ നടക്കുന്ന സമയത്ത് വെയിലത്തിരിക്കുക, പള്ളിയിൽ കയറാതെ തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്തായി, അബ്ദുല്ലാഹിബിൻ റവാഹാണ് ഇത് ചെയ്തത്. ഈ അബ്ദുല്ലാഹിബിൻ റവാഹ അങ്ങനെ ഇരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ കഴിഞ്ഞ് കാണുകയും എന്നിട്ട് ഉള്ളിലേക്ക് കയറി വരാൻ പറയുകയും ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാദകല്ലാഹു ഹിർസൻ, താങ്കളുടെ ഈ താല്പര്യം, എന്നോടുള്ള എന്റെ അനുധാവനം ചെയ്യാനുള്ള ആ താല്പര്യം അള്ളാഹു താങ്കൾക്കത് കൂടുതലാക്കി തരുമാറാകട്ടെ, വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും താങ്കൾക്ക് അനുസരിക്കാനുള്ള ആ താല്പര്യമുണ്ടല്ലോ, അള്ളാഹു അത് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്ക് ഇതേ അബ്ദുല്ലാഹിബിൻ റവാഹ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒരു പിന്നെ സൈന്യത്തിന്റെ തലവനായി ഒരു സ്ഥലത്തേക്ക് നിയോഗിക്കുകയുണ്ടായി. ആ അബ്ദുല്ലാഹിബിൻ റവാഹയുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു നല്ല മുന്തിയ ഒരു കുതിരയുണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ അങ്ങനെ നടന്നുപോയി. അവരെ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നടന്നു പോയിക്കോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത് ഒരു ജിഹാദിലേക്കാണ്. ഈ ജിഹാദിൽ
ഇനി തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വെള്ളിയാഴ്ച ആ ഖുത്ബ, ഞാൻ ആ ഖുത്ബയിൽ പങ്കെടുത്ത് പിന്നെ അതിന്റെ പ്രതിഫലവും ഞാൻ നേടിയെടുത്ത് ഇനി എൻ്റെ മുന്തിയ കുതിരയെ കൊണ്ട് നിങ്ങൾ എത്തിയ സ്ഥലത്തേക്ക് എനിക്ക് ആ സമയത്തേക്ക് എത്തിവരാൻ എനിക്ക് കഴിയും എന്നുള്ള ഒരു ധാരണ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സദസ്സിൽ ഇരിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയുടെ ഇടയിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ കാണുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബ്ദുല്ലാ, താങ്കൾ പോയില്ലയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നു. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുല്ലാ, താങ്കൾ അവർ ചെയ്ത എൻ്റെ ഒരു വാക്ക് കേട്ട് അങ്ങോട്ട് ചെന്ന് അവർ ചെയ്ത ആ പ്രവർത്തനത്തേക്ക് താങ്കൾ ഇനി ഒരിക്കലും എത്താൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്റെ ആ വാക്ക് കേൾക്കുകയും അബ്ദുല്ലാഹി ഇബ്നു റവാഹക്ക് വല്ലാതെ വിഷമം ഉണ്ടാവുകയും ചെയ്തു. എന്താണ് സഹോദരന്മാരെ, പ്രവാചകന്റെ വാക്കിനെ അനുധാവനം ചെയ്യുക എന്നത് അത് ലോകത്ത് എന്ത് നിലക്കുള്ള ന്യായീകരണം പറഞ്ഞാലും ശരി, അതിനെതിരിൽ എന്ത് ന്യായീകരണം പറഞ്ഞാലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നെ പ്രവാചകന്റെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഉൾപ്പെടാൻ സാധ്യമല്ല. പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു സ്നേഹം ലോകത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത ഒരു സ്നേഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൊണ്ട് തെളിയിക്കപ്പെടാത്ത സ്നേഹം, മുഅ്മിനീങ്ങളുടെ മാർഗമായ സഹാബികളുടെ മാർഗത്തിൽ തെളിയിക്കപ്പെടാത്ത ഒരു സ്നേഹം ലോകത്ത് ഒരാളും എത്ര ന്യായീകരിച്ചാലും അത് എന്ത് മദ്ഹ് പറഞ്ഞാലും ഒരിക്കലും അത് സ്നേഹമാവുകയില്ല, ഒരിക്കലും അള്ളാഹു അംഗീകരിക്കുന്ന കാര്യമാകല്ല. അത് അവരുടെ വഴികേടിന്റെ ലക്ഷണമാകുന്നു. പ്രവാചകന്റെ സഹാബാക്കൾ അനുഷ്ഠിച്ച മാർഗമേ അത് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ജീവിതത്തിൽ അവരെന്ത് കാണിച്ചുവോ, എന്ത് മാർഗമാണോ സ്വീകരിച്ചത്, ആ സ്വീകാരമല്ലാത്ത ആ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം സ്നേഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് കൽപ്പിച്ചിട്ടില്ല. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സുന്നത്തിനെ കാണുമ്പോൾ നമുക്ക് അതിനോട് ഒരു ആദരവുണ്ടാവട്ടെ. ആരെങ്കിലും പ്രവാചകന്റെ സുന്നത്തിന് പിൻപറ്റുന്നത് കാണുമ്പോൾ അവരെ നമ്മൾ ആദരിക്കുക, സ്വയം അനുധാവനം ചെയ്യുക, അനുധാവനം ചെയ്യുന്നവരെ സ്നേഹിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെ സ്നേഹിതന്മാരായി സ്വീകരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് എല്ലാ നിലക്കും എല്ലാ കാലത്തും ഇത് പ്രചരിപ്പിക്കാൻ നാം പരിശ്രമിക്കുക. സ്വന്തം കുടുംബത്തിലും അതുപോലെ തന്നെ സ്വന്തം നാട്ടുകാരിലും സ്വന്തം സുഹൃത്തുക്കളിലും പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഇത് വ്യാപിപ്പിക്കുക. അങ്ങനെ ഈ സുന്നത്ത് നഷ്ടപ്പെടുന്ന ഈ കാലത്ത്, സുന്നത്തില്ലാതാവുന്ന ഈ കാലത്ത് കൂടുതലായി സുന്നത്തുകൾ പിന്നെ ജീവിപ്പിക്കാൻ ഓരോരുത്തർ പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു സുന്നത്ത് നഷ്ടപ്പെടുക എന്നാൽ അതിന്റെ അർത്ഥം ആ സ്ഥാനത്ത് ഒരു ബിദഅത്ത് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് സുന്നത്ത് നഷ്ടപ്പെടുത്താതെ തന്നെ പ്രവാചകനെ സ്നേഹിക്കാൻ, പ്രവാചകന്റെ സഹാബാക്കളുടെ മാർഗം സ്വീകരിക്കാൻ ഓരോരുത്തർ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു സ്വീകരിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ആ സിദ്ദീഖ് നബിമാരുടെ കൂടെ, അതുപോലെ തന്നെ സിദ്ദീഖ്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിങ്ങളുടെ കൂടെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ വെച്ച് പ്രവാചകനെ സ്നേഹിച്ച ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലക്ക് പ്രവാചകന്റെ സുന്നത്തിനെതിരിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന എല്ലാ മക്കളും, അതുപോലെ തന്നെ ഇനി വരാനെടുക്കുന്ന എല്ലാ പുതിയ തലമുറക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ സുന്നത്തിന് അനുധാവനം ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ സുന്നത്തിനെതിരായി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, ഈ സുന്നത്തിനെതിരായി ആരൊക്കെ എന്തൊക്കെ പരിശ്രമിക്കുന്നുണ്ടോ, ആ പരിശ്രമത്തെ തോൽപ്പിക്കാൻ, അതിനില്ലാതാക്കാൻ, അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ നാം എല്ലാവരും ഒരുമിച്ച്
ഒന്നിച്ചുകൂടുക. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഹബീബ് ഇലൈന الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.